أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. قال يا قوم أرأيتم إن كنت على بينة من ربي ورزقني منه رزقا حسنا وما أريد أن أخالفكم إلى ما أنهاكم عنه إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. ബഹുമാന്യരായ സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, അള്ളാഹുവിൻ്റെ ആജ്ഞാനിർദ്ദേശങ്ങൾ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നന്നായി പഠിക്കുകയും ഇസ്ലാമിക നിർദ്ദേശങ്ങളോട് കൂറുപുലർത്തി പവിത്രമായ ജീവിതം, തഖ്വയോടെയുള്ള ജീവിതം നയിക്കുകയും ചെയ്യണം എന്ന് ഓരോരുത്തരെയും ആമുഖമായി ഉണർത്തുകയാണ്. സർവശക്തനായ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളാണ് നാം ഈ ഭൂമുഖത്ത് ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നതെല്ലാം. ഒരു മനുഷ്യനെ സംബന്ധിച്ച് അവന് സന്തോഷം നൽകുന്ന കാര്യങ്ങൾ, അടിസ്ഥാനപരമായി ആനന്ദവും അനുഭൂതിയും നൽകുന്ന കാര്യങ്ങൾ ഒന്നും അള്ളാഹു വിലക്കിയിട്ടില്ല. അള്ളാഹു ത്വയ്യിബാണ്. ത്വയ്യിബായതാണ് അവൻ ഇഷ്ടപ്പെടുക, അതാണ് അവൻ സ്വീകരിക്കുക. അതുകൊണ്ട് തന്നെ നല്ലതും മേന്മയുള്ളതും അടിസ്ഥാനപരമായി ആനന്ദവും ആസ്വാദനവും പകരുന്നതുമായ ഒരു കാര്യവും സർവശക്തനായ അള്ളാഹു വിലക്കിയിട്ടില്ല എന്ന കാര്യത്തിൽ സംശയമില്ല. എന്നാൽ ആപേക്ഷികമായി യഥാർത്ഥ ജീവിതത്തെക്കുറിച്ച് ബോധമില്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ ആപേക്ഷികമായി ചിന്തിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ അവർക്ക് നല്ലതാണെന്ന് തോന്നാം, ഒരുപാട് സംഗതികളിൽ അവർക്ക് ആസ്വാദനം അനുഭവപ്പെടാം. ഉദാഹരണത്തിന് മദ്യപാനം പോലെ, വ്യഭിചാരം പോലെ. ജീവിതത്തിന്റെ അർത്ഥമറിയാത്തവർ, മരണാനന്തര ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കാത്തവർ, തഖ്വയുടെ അടിസ്ഥാനവും ആധാരവും അറിഞ്ഞുകൂടാത്തവർ, അവരൊരുപാട് ഗവേഷണം നടത്തിയാൽ ചിലപ്പോൾ ഇതൊക്കെ വളരെ മനുഷ്യന് ആസ്വാദനം നൽകുന്നതും അനുഭൂതി പകരുന്നതും അവൻ്റെ പ്രകൃതിയുടെ തേട്ടത്തോട് താല്പര്യമുള്ളതുമൊക്കെയാണ് എന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ ആരെങ്കിലും അതിനെ വെറും അഖല് മാത്രം വെച്ച് വിലയിരുത്താൻ തുടങ്ങിയാൽ ഹലാലായി തോന്നിയേക്കാം. എന്നാൽ സർവശക്തനായ അള്ളാഹു ഒരു കാര്യം വിലക്കിയിട്ടുണ്ടെങ്കിൽ അതിൽ പ്രത്യക്ഷമായി ഒരു പക്ഷേ ഏതെങ്കിലും വിശദീകരണങ്ങളിലൂടെ ബുദ്ധിപരമായി ന്യായീകരണങ്ങൾ കണ്ടെത്താൻ ശ്രമിച്ചാലും നമ്മുടെ ജീവിതത്തെ പരസ്യമായി പരിശോധിച്ചാൽ തന്നെ അത് നമുക്ക് അങ്ങേയറ്റം അപകടകരമായി മാത്രമാണ് വന്നു ഭവിക്കുക എന്ന് കാണാൻ സാധിക്കും. ജനങ്ങൾക്ക് പൊതുവായുള്ള ഇഷ്ടവും ജനങ്ങൾക്കിടയിലുള്ള ജനകീയമായ സാഹചര്യവും മാത്രം മുൻനിർത്തി ഇസ്ലാം നിഷിദ്ധമാക്കിയ ചില കാര്യങ്ങളെങ്കിലും അത് ഇസ്ലാം നിഷിദ്ധമാക്കുമോ എന്ന് സംശയിക്കുന്ന ചില ആളുകളുണ്ട്. ആ കൂട്ടത്തിൽപ്പെട്ടതാണ് മ്യൂസിക്, താളമേളങ്ങളോടുകൂടെയുള്ള സംഗീതം. പാട്ടുപാടുന്നതല്ല ഉദ്ദേശിച്ചത്, മഹനീയമായ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ഗാനങ്ങൾ ഉണ്ടാക്കുന്നതോ പാടുന്നതോ ഇസ്ലാം വിലക്കിയിട്ടില്ല.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തന്നെ പാടിയിട്ടുണ്ട്. ഇസ്ലാമിനെ ആക്ഷേപിച്ചു പാടിയവർക്കെതിരെ മറുപടി കൊടുക്കാൻ വേണ്ടി പ്രവാചകൻ സ്വല്ലല്ലാഹി അലൈഹി വസല്ലം കൽപ്പിച്ചിട്ടുണ്ട്. തർക്കമുള്ള വിഷയമല്ല. എന്നാൽ ജീവിത ആസ്വാദനവുമായി ബന്ധപ്പെട്ട് സംഗീതത്തെ സംഗീതാത്മകമായി താളാത്മകമായി കൊഴുപ്പ് കൂട്ടാൻ വേണമെങ്കിൽ അതിൻ്റെ കൂടെ ഡാൻസും കൂത്തും അതെല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ട്, ഇനി അതെല്ലാം ഉണ്ടാകട്ടെ ഇല്ലാതിരിക്കട്ടെ, താളമേളങ്ങളോടുകൂടെയുള്ള വാദ്യോപകരണങ്ങളോടുകൂടെയുള്ള ഗാനാലാപനങ്ങൾ, സംഗീതം, അത് ഇസ്ലാം അനുവദിച്ചിട്ടുണ്ടോ എന്നുള്ള ചോദ്യത്തിന് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ അരികിലുള്ള അടിസ്ഥാനപരമായ ഉത്തരം ഇല്ല എന്നാണ്. അത് മൗലവി ഇല്ല എന്ന് അങ്ങനെ ഒറ്റയടിക്ക് പറയാൻ പറ്റുമോ? എത്ര ആളുകളാണ് സംഗീതത്തിന്റെ ആളുകൾ? മുസ്ലിങ്ങൾ തന്നെ, പ്രത്യേകിച്ച് സൂഫികൾ എന്ന് പറഞ്ഞാൽ തന്നെ സംഗീതമാണ് കാര്യമായിട്ട്. അത് ജൂതന്മാരും അങ്ങനെ തന്നെയാണ്, ക്രൈസ്തവരും അങ്ങനെ തന്നെയാണ്, ബഹുദൈവാരാധകരും അങ്ങനെ തന്നെയാണ്, മുസ്ലിങ്ങളുടെ കൂടുതൽ ഷിയാക്കളും അങ്ങനെ തന്നെയാണ്. ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, വമാ കാന സ്വലാത്തുഹും ഇൻദൽ ബൈത്തി ഇല്ലാ മുകാഅം വതസ്ദിയ. കഅബാലയത്തിന്റെ അരികിൽ പോലും അവരുടെ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ അത് ചൂളം വിളിയും കൈകൊട്ടുമാണ്. അപ്പൊ കൊട്ടും പാട്ടും മ്യൂസിക്കും ഒക്കെ ആരാധനയായി സ്വീകരിച്ച സമൂഹങ്ങൾ പോലും കടന്നുപോയിട്ടുണ്ട്. സൂറത്തുൽ അൻഫാലിലെ 35-ാമത്തെ ആയത്താണ് എന്ന് കരുതി നമുക്ക് അത് അംഗീകരിക്കാൻ സാധിക്കും. യഥാർത്ഥത്തിൽ സംഗീതം ഹറാമാണ് എന്ന് പറയുക വഴി നമുക്ക് എന്താണ് നേട്ടം? അത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആദിമകാലം മുതൽക്കുള്ള പണ്ഡിതന്മാർ ആ നിലവാരത്തിൽ ഫത്വ നൽകിയത് കൊണ്ട് എന്താണ് ഗുണം? മദ്ഹബിന്റെ അടിസ്ഥാനത്തിൽ എടുത്തു നോക്കിയാൽ ഇജ്മാഉള്ള സംഗതിയാണ്. 4 മദ്ഹബിലും സംഗീതം നിഷിദ്ധമാണ്. ഇനി അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൽ അറിയപ്പെടുന്ന പടുക്കളായ പണ്ഡിതന്മാർ, സ്വഹാബികളിൽ നിന്ന് താബിഈങ്ങളിൽ നിന്ന് ദീൻ പഠിച്ച ആ കാലഘട്ടത്തിലുള്ള പണ്ഡിതന്മാർ മുതൽ ഈ കാലഘട്ടം വരെയുള്ള അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ സംഗീതം നിഷിദ്ധമാണ് എന്ന് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അത് പറയാൻ അവർക്കുള്ള ആധാരവും തെളിവും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ശ്രദ്ധയിൽപ്പെടുത്തണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ ഓതി കേൾപ്പിച്ചു ആയത്ത്. ഖാല യാ ഖൗമി അറഅയ്തും ഇൻ കുൻതു അലാ ബയ്യിനത്തിൻ മിർ റബ്ബി. അദ്ദേഹം പറഞ്ഞു, എൻ്റെ ജനങ്ങളെ, ഞാൻ എൻ്റെ രക്ഷിതാവിൽ നിന്നുള്ള തെളിവിലാണെങ്കിൽ, അറഅയ്തും, നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഓ എൻ്റെ സമൂഹമേ, ഇൻ കുൻതു അലാ ബയ്യിനത്തിൻ മിർ റബ്ബി, ഞാൻ എൻ്റെ റബ്ബിൽ നിന്നുള്ള വ്യക്തമായ തെളിവിലാണെങ്കിൽ, വറസഖനി മിൻഹു റിസ്ഖൻ ഹസന, അല്ലാഹു എനിക്ക് ഏറ്റവും നല്ല റിസ്ക് തന്നിട്ടുണ്ട്. വമാ ഉരീദു അൻ ഉഖാലിഫകും ഇലാ മാ അൻഹാകും അൻഹു, നിങ്ങളോട് ഞാൻ ഒരു കാര്യം വിലക്കിയിട്ടുണ്ടെങ്കിൽ അതിനെതിരെ നിൽക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സമൂഹത്തോട് ഒരു കാര്യം ഹറാമാണ് എന്ന് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിന് എതിരായി പ്രവർത്തിക്കാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ദേശിക്കുന്നില്ല. ജനങ്ങളുടെ താല്പര്യം അനുസരിച്ച് ചില ഹറാമുകളൊക്കെ പ്രവാചകൻ മിണ്ടാതിരുന്നെങ്കിൽ എന്ന് സമൂഹം ചിന്തിക്കാൻ സാധ്യതയുണ്ട്. അതിന് ഞാൻ തയ്യാറല്ല. ഇൻ ഉരീദു ഇല്ലൽ ഇസ്ലാഹ മസ്തതഅതു വമാ തൗഫീഖി ഇല്ലാ ബില്ലാ. നന്മ വരുത്തണം, രഞ്ജിപ്പുണ്ടാകണം, കഴിയുന്നത്ര ഞാൻ നന്മയുണ്ടാകണം എന്ന് മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ. വമാ തൗഫീഖി ഇല്ലാ ബില്ലാ, അല്ലാഹുവിനെ കൊണ്ടല്ലാതെ എനിക്ക് തൗഫീഖില്ല. അലൈഹി തവക്കൽതു വ ഇലൈഹി ഉനീബ്, ഞാൻ അവനിൽ ഭരമേൽപ്പിച്ചിരിക്കുന്നു, അവനിലേക്കാണ് ഞാൻ ഖേദിച്ചു മടങ്ങുന്നത്. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി പഠിപ്പിച്ച വിശേഷങ്ങൾ എന്തൊക്കെയാണ് ഇവിടെ? ഒന്ന്, തെളിവിന്റെ അടിസ്ഥാനത്തിൽ നിലകൊള്ളും. ഒരു കാര്യം വിലക്കിയാൽ ജനങ്ങളുടെ താല്പര്യം അനുസരിച്ച് അതിൽ നിന്ന് പിന്മാറാൻ തയ്യാറല്ല. ജനങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിലും വീണ്ടും വീണ്ടും തെളിവുകൾ നിരത്തി ഹറാമുകൾ ഹറാമുകളാണ് എന്ന് ബോധ്യപ്പെടുത്തുമ്പോൾ വേറെ ഏതെങ്കിലും സംഘടനാപരമായ സമുചിതത്വങ്ങളോ ഭൗതികമായ താല്പര്യങ്ങളോ ഒന്നും പ്രശ്നമല്ല. ഇനിയിപ്പോ ഈ സംസാരം കേൾക്കുന്ന സംഘടനാബോധമുള്ളവർക്കാണ് അത് ഹലാൽ എന്ന് തോന്നുന്നത് എങ്കിൽ പോലും തെളിവിനെയാണ് നോക്കേണ്ടത്, ആളെ അല്ല നോക്കേണ്ടത് എന്ന് കൃത്യമായി പറയുകയാണ്. വളരെ ഓരോ വിഷയത്തെയും അങ്ങനെ തന്നെ നമ്മൾ കണക്കിലെടുക്കണം. വിശുദ്ധ ഖുർആൻ പറയാണ്, വഇദാ ഖീല ലഹും മാദാ അൻസല റബ്ബുക്കും ഖാലു അസാതീറുൽ അവ്വലീൻ. അവരോട് നിങ്ങൾ എന്താണ് നിങ്ങളുടെ രക്ഷിതാവ് അവതരിപ്പിച്ചത് എന്ന് ചോദിച്ചാൽ പറയപ്പെടുമ്പോൾ അവർ നിങ്ങളുടെ രക്ഷിതാവ് എന്താണ് അവതരിപ്പിച്ചിരിക്കുന്നത് എന്ന് അവരോട് ചോദിക്കപ്പെട്ടാൽ അവർ പറയും ഖാലു അസാതീറുൽ അവ്വലീൻ. അത് പണ്ട് പണ്ടേ ഉള്ള കാര്യങ്ങൾ തന്നെ, പുതിയതൊന്നും ഞങ്ങളെ പഠിപ്പിക്കേണ്ടതില്ല. പണ്ട് ഹലാലായതൊക്കെ ഹലാൽ, പണ്ട് ഹറാമായതൊക്കെ ഹറാം, പണ്ട് പണ്ടേ കേട്ടുപോകുന്നത് തന്നെ പടച്ചവൻ അവതരിപ്പിച്ചിട്ടുള്ളൂ എന്നാണ് അവർ മറുപടി പറയുക. അങ്ങനെ മറുപടി പറയേണ്ട ആളുകളല്ല നമ്മൾ. തെളിവ് നോക്കിയിട്ട് ഹറാമും ഹലാലും പഠിക്കണം എന്ന് പറയേണ്ട ആളുകളാണ്. അങ്ങനെ പറഞ്ഞാൽ എന്താ കുഴപ്പം? ലിയഹ്മിലു ഔസാറഹും കാമിലതൻ യൗമൽ ഖിയാമ വമിൻ ഔസാരിൽ ലദീന യുദില്ലൂനഹും ബിഗൈരി ഇൽം അലാ സാഅ മാ യസിറൂൻ. ഞങ്ങളുടെ പാപഭാരങ്ങൾ മുഴുവനായും യാതൊരു തെളിവുമില്ലാതെ തങ്ങൾ ആരെയെല്ലാം വഴിപിഴപ്പിച്ചു കൊണ്ടിരിക്കുന്നുവോ അവരുടെ പാപഭാരങ്ങളിൽ ഒരു ഭാഗവും അവർ ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ വഹിക്കുവാൻ വേണ്ടിയാണത്.
തെളിവ് വേണ്ട, ഞങ്ങൾ പണ്ട് പണ്ടേ കേട്ടതും ഞങ്ങൾക്ക് തോന്നിയതും മനസ്സിലാക്കിയതും അത് തന്നെയാണ് ഇസ്ലാം എന്ന് ആരെങ്കിലും വിചാരിച്ചാൽ അവനാന്റെ പാപമാരും ഏൽക്കണം. യുക്തി അനുസരിച്ച് അള്ളാഹുവിന്റെ തെളിവിനപ്പുറത്ത് വിഷയങ്ങൾ പറയുന്നവർ, അതിൽ സ്വാധീനിക്കപ്പെടുന്ന ആളുകളുടെ പാപഭാരം കൂടി ഏൽക്കണം. അപ്പൊ ഇസ്ലാമിലൊരു വിഷയത്തെ കുറിച്ച് പറയും വളരെ ശ്രദ്ധിച്ചു പറയണം, വളരെ സൂക്ഷിച്ചു പറയണം. ഇബ്നു മാജയുടെ സുനനിൽ കാണാം, പിന്നെ ഞാനിപ്പോ ഓതി കേൾപ്പിച്ച സൂറത്തുൽ റഹ്ലിൽ 24-25 ആയത്തുകളാണ്. ഇബ്നു മാജയിൽ കാണാം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ സല്ലല്ലാഹു പറഞ്ഞു, മൻ ഉഫ്തിയ ബിഫുതിയ ഗൈറ തബത്, എന്റെ പേരിൽ ആരെങ്കിലും ഒരു സ്ഥിരീകരിക്കപ്പെടാത്ത ഫത്വ നൽകിയാൽ ഫഇന്നമാ ഇസ്മുഹു അലാ മൻ അഫ്ത, ആ ഫത്വ അനുസരിച്ച് പ്രവർത്തിക്കുന്ന ആൾക്ക് മാത്രമല്ല കുറ്റം, നേരെ മറിച്ച് ആ ഫത്വ കൊടുക്കുന്നവരും അതിന്റെ കുറ്റം ഏറ്റുവാങ്ങേണ്ടി വരും. വളരെ ആത്മാർത്ഥമായാണ് ഈ വിഷയങ്ങൾ ഓർമ്മിപ്പിക്കുന്നത്. ഇനിയോ വിശുദ്ധ ഖുർആൻ സൂറത്തു നിസായിലെ 115-ാമത്തെ ആയത്ത് സുപ്രസിദ്ധമാണ്. വമൻ യുശാഖിഖി റസൂല മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ വയത്തബി ഗൈറ സബീലിൽ മുഅ്മിനീൻ നുവല്ലിഹി മാ തവല്ല വനുസ്ലിഹി ജഹന്നം വസഅത് മസീറ. ആരെങ്കിലും സന്മാർഗ ദർശനം വ്യക്തമായതിനു ശേഷം പ്രവാചകന് എതിരാവുകയും സ്വഹാബത്തിൻ്റെതല്ലാത്ത, സ്വഹാബത്തായ സത്യവിശ്വാസികളുടേതല്ലാത്ത ഒരു മാർഗം സ്വീകരിക്കുകയും ചെയ്താൽ അവരെ നുവല്ലിഹി മാത്തവല്ല, തിരഞ്ഞെടുത്തകനെ തിരിച്ചുവിടും, വനുസ്ലിഹി ജഹന്നം, നരകത്തിൽ നാം അവരെ പ്രവേശിപ്പിക്കുകയും കരിക്കുകയും ചെയ്യും. വസാഅത്ത് മസീറ, അത് ചീത്ത സങ്കേതമാണ്. അതുകൊണ്ട് തെളിവ് വ്യക്തമായി കഴിഞ്ഞാൽ പിന്നെ തോന്നിയതനുസരിച്ച് പ്രവർത്തിക്കാൻ പാടില്ല. സ്വഹാബികൾ സ്വീകരിച്ച ആദർശത്തിന് വയത്തബി ഗൈറ സബീലിൽ മുഅ്മിനീൻ, സത്യവിശ്വാസികളുടേതല്ലാത്ത ഒരു ആദർശം അവർ പിന്തുടരാനും പാടില്ല. അങ്ങനെ വന്നാൽ നരകത്തിലേക്കാണ് അവരുടെ നിലപാടെന്ന് പഠിപ്പിച്ചത്. അത് ശരിക്കും നമ്മുടെ മനസ്സിൽ വേണം, ഉണ്ടായിരിക്കണം. എന്നിട്ടാണ് സംഗീത വിഷയത്തെക്കുറിച്ച് ഇസ്ലാം എന്തെല്ലാം പറയുന്നു എന്ന് ശ്രദ്ധയിൽപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന്, പ്രത്യേകിച്ചും അടുത്ത കാലത്ത് നമ്മുടെ നാട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്ന ഒരു പ്രസിദ്ധീകരണം, ജമാഅത്തെ ഇസ്ലാമിയുടെ മുഖപത്രം പ്രബോധനം, അതിൽ ഏതാണ്ട് 8-10 കാര്യങ്ങൾ നിരത്തിയിട്ട് സംഗീതം ഹലാലാണ് എന്ന് സ്ഥാപിക്കുന്ന രൂപത്തിൽ, സ്ഥാപിച്ചോ ഇല്ലേ എന്നുള്ളത് ഞാൻ പറയുന്നത് മനസ്സിലാവും. ഓരോ കാര്യങ്ങളും ഞാൻ എടുത്തു പറഞ്ഞുതരാം ഇൻഷാ അല്ലാഹ്. അപ്പം ചില പ്രത്യേക ന്യായങ്ങൾ വെച്ച് ഇന്ന് കാണുന്ന താളമേളങ്ങളും സംഗീത വാദ്യോപകരണങ്ങളും അത് ഹറാമാണ് എന്ന് പറയാൻ പറ്റില്ല. മറിച്ച് ആ വാദ്യോപകരണങ്ങളിലൂടെ ഒരു ഹറാമാണ് നടത്തുന്നതെങ്കിൽ അത് ഹറാമാകും. സംഗീതമല്ല ഹറാമായത്, പിന്നെ എന്താണ്, ആ സംഗീതത്തിന്റെ മറവിലുള്ള മറ്റു പേക്കൂത്തുകൾ ഉണ്ടെങ്കിൽ അത് മാത്രമേ ഹറാമാവുള്ളൂ എന്നുള്ള ഒരു ഗവേഷണം. നമ്മൾ തെളിവ് നോക്കി, വല്ല തെളിവുണ്ടോ? ഒന്നുമില്ല. എന്താ ആകെ തെളിവ്? അത് സംഗീതം ഹറാമാണ് എന്ന് പറയാൻ കാര്യമായിട്ട് എല്ലാവരും ഓതുന്ന ഒരായത്തുണ്ട്. ഒരായത്തല്ല, ഒരുപാട് ആയത്തുകൾ ഇൻഷാ അല്ലാഹ് ഞാൻ പറയാം. അപ്പൊ ആ ആയത്തുകൾ ഏറ്റവും പ്രധാനപ്പെട്ടതും 1-ാം സ്ഥാനത്തുള്ളതും സൂറത്തുൽ ലുഖ്മാനിലുള്ള ആയത്താണ്. അത് എല്ലാവർക്കും കുട്ടികൾക്ക് പോലും മനപ്പാടുള്ളതാണ്. വമിനന്നാസി മയ്യസ്തരി ലഹുവൽ ഹദീസ്. അപ്പം ജനങ്ങളുടെ കൂട്ടത്തിൽ വിനോദ വർത്തമാനങ്ങൾ വിലക്ക് വാങ്ങുന്നവരുണ്ട്. അവിടെ വിനോദ വർത്തമാനങ്ങൾ എന്ന ലഹുവൽ ഹദീസ് എന്ന് പറഞ്ഞാൽ സംഗീതമാണ് എന്നാണ് വിമർശകർ പറയാറുള്ളത്. എന്തിന്റെ വിമർശകർ? സംഗീതത്തിന്റെ വിമർശകർ. അതാ പറയാറുള്ളത്. അവർ അതിന്റെ അടുത്ത ഭാഗം ശ്രദ്ധിക്കൂല. എന്താ അടുത്ത ഭാഗത്ത്? അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് തെളിവില്ലാതെ വഴിതെറ്റിക്കുന്നതിനു വേണ്ടി. അപ്പൊ സംഗീതമല്ല ഹറാം, വഴിതെറ്റിക്കുന്ന സംഗീതമാണ് ഹറാം. എങ്ങനെയുണ്ട് ഗവേഷണം? നേർവഴിയിലേക്ക് കൊണ്ടുവരുന്ന സംഗീതത്തിന് കുഴപ്പമില്ല. ഒരാളെ തൗഹീദിലേക്ക് ക്ഷണിക്കാൻ, ഇസ്ലാമിലേക്ക് ക്ഷണിക്കാൻ, ഇസ്ലാമിന്റെ മഹത്വങ്ങൾ പരിചയപ്പെടുത്താൻ താളവാദ്യോപകരണങ്ങൾ ഉപയോഗിച്ചാൽ കുഴപ്പമില്ല എന്നാണ് പ്രബോധനം വാരികയിൽ ഈ അടുത്ത ദിവസം കണ്ട ലേഖനത്തിൽ ഉത്തരവാദപ്പെട്ട ആൾ എഴുതിയിരിക്കുന്ന ലേഖനത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ആശയത. എന്നിട്ട് പറയാ, ചില മുസ്ലിയാക്കന്മാർ, ചില പണ്ഡിതന്മാർ എന്ത് ചെയ്യാറുണ്ട്? ഖുർആൻ ആയത്തോത് ജനങ്ങളെ വഴിതെറ്റിക്കാറുണ്ട്. സംഗീതം ഹറാമാണെങ്കിൽ ഖുർആനും ഹറാമാണെന്ന് പറയേണ്ടി വരും. നഅൂദുബില്ലാ, ഇത് പ്രബോധനത്തിലാണ്. മനസ്സിലായത് നിങ്ങൾക്ക്? സംഗീതം ഹറാമാണെങ്കിൽ ഖുർആൻ ഹറാമെന്ന് പറയേണ്ടി വരും. എന്താ കാരണം? ഖുർആൻ ആയത്തോതിയിട്ട് വഴിതെറ്റിക്കുന്ന പണ്ഡിതന്മാർ നമ്മുടെ നാട്ടിലുണ്ട്. അപ്പം സംഗീതം കൊണ്ട് ആരെങ്കിലും വഴിതെറ്റിച്ചാൽ അപ്പോഴേ അത് ഹറാമാവുകയുള്ളൂ എന്നൊരു ഗവേഷണം. എങ്ങനെയാണ് കൂട്ടരെ വിശുദ്ധ ഖുർആൻ പഠിക്കേണ്ടത്? വിശുദ്ധ ഖുർആനിൽ നിന്നൊരു ഫത്വ മനസ്സിലാക്കേണ്ടത് എങ്ങനെ? ഖുർആനിൽ നിന്നൊരു ഹുക്കും എടുക്കേണ്ടത് എങ്ങനെ? ഖുർആനിൽ നിന്നൊരു ആശയം എടുക്കേണ്ടത് എങ്ങനെ? ഇത് നമ്മൾ കൃത്യമായിട്ട് പഠിക്കേണ്ടത്. ഒരായത്തോത് നമ്മൾ ഇഷ്ടമല്ല പറയാം. അങ്ങനെ പറഞ്ഞാൽ നസ്രാണികൾ ഓതുകയാണ് ആയത്ത്, നഹ്നു അഖറബു ഇലൈഹി മിൻ ഹബിലിൽ വരീദ്, കണ്ടനാടിയേക്കാൾ അടുത്താണ് നാം പടച്ചവൻ. എന്നിട്ട് ഒരു പാതിരി പറയുന്നു നഹ്നു, നാം ബഹുവചനാണ്, അപ്പൊ ഒന്ന് പോരാ, പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ്, ചുരുങ്ങിയത് 3 വേണം. എന്തേ? ജമാഅത്തെ ഇസ്ലാമി എന്ത് പറയും? അങ്ങനെ ഖുർആൻ വ്യാഖ്യാനിക്കും. ഖുർആനിന്റെ ആയത്ത് സന്ദർഭങ്ങളിൽ നടത്തിയെടുത്തോ
സബബ് നുസൂൽ നോക്കാതെയോ ആ ആയത്ത് കേട്ടുപഠിച്ച സ്വഹാബികൾ ആ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ സ്വന്തം ജീവിതത്തിൽ എന്തു പരിവർത്തനമാണ് വരുത്തിയത് എന്ന് മനസ്സിലാക്കാതെയോ ആ ആയത്തിന് വിശദീകരിച്ചത് അപകടമാണ്. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറ 137 ആയത്തിൽ പറഞ്ഞു, നിങ്ങൾ വിശ്വസിച്ചതുപോലെ മറ്റുള്ളവരും വിശ്വസിക്കുകയാണെങ്കിൽ അവർ ഹിദായത്തിലായി. ആര് വിശ്വസിച്ച പോലെ? സ്വഹാബികൾ വിശ്വസിച്ചതുപോലെ. ഇത് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ അൽമനാറല്ല, വിശുദ്ധ ഖുർആനാണ്. എന്നിട്ടോ നിങ്ങളുടെ ആ വിശ്വാസത്തിൽ നിന്ന് അവർ തിരിഞ്ഞു കളഞ്ഞാൽ അവർ കക്ഷിത്വത്തിലുമായി. അപ്പൊ ഭിന്നിപ്പുണ്ടാകുന്ന എപ്പോഴാ? സ്വഹാബികൾ മനസ്സിലാക്കിയതുപോലെ ഖുർആൻ മനസ്സിലാക്കാൻ തയ്യാറല്ല. ഞാൻ ഖുർആൻ ആയത്തോതും എന്ന് എനിക്ക് തോന്നിയെന്ന് പറയും. അങ്ങനെയല്ല ഇസ്ലാമിന്റെ വിധി കണ്ടെത്തേണ്ടത്. നേരെ മറിച്ച് സ്വഹാബികൾ എങ്ങനെ മനസ്സിലാക്കി? കാരണം അവർ നമ്മളെപ്പോലെയല്ല. അവർക്ക് അവരുടേതായ പ്രത്യേകതകൾ ഓരോന്നും പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഒരിക്കലും മറന്നുപോകാതെ നമ്മൾ മനസ്സിരുത്തേണ്ട വിഷയമുണ്ട്. അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അതേപോലെ ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു പറഞ്ഞു. ആദ്യത്തേത് സ്വഹാബിയാണ്, രണ്ടാമത്തേത് താബിയാണ്. ആ രണ്ടാളും പറഞ്ഞു, മൻ കാന മിൻകും മുതഅസ്സിയൻ ഫൽയതഅസ്സ ബി അസ്ഹാബി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ ആരെങ്കിലും ഒരു വിഷയത്തിൽ ജീവിതത്തിൽ അനുധാവനം ചെയ്യണം. ദീനിന്റെ കാര്യം പറയുന്നത്. ദീനിന്റെ കാര്യത്തിൽ നിങ്ങൾ ആരെങ്കിലും പിന്തുടരണമെന്ന് വിചാരിച്ചാൽ നിങ്ങൾ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സ്വഹാബത്തിനെ തന്നെ പിന്തുടരണം. നോക്കാം, നേരത്തെ ആയത്തുകൾ കേട്ടിട്ട് സ്വഹാബികൾ എന്താ മനസ്സിലാക്കിയെന്ന് നമുക്ക് നോക്കാം. എന്നിട്ടോ ഫൈനഹും കാനു അബർഹാദിൽ ഉമ്മത്തി ഖുലൂബ, അവരാണ് ഹൃദയത്തിൽ ഏറ്റവും പുണ്യപൂർണമായ മനസ്സുള്ളവർ. വഅഅമഖഹ ഇൽമ, ആഴമുള്ള അറിവുള്ളവർ. വഅഖല്ലഹ തകല്ലുഫ, അഭിനയമില്ലാത്തവർ. വഅഖവമഹ ഹദിയ, ഏറ്റവും നേർമാർഗത്തിലുള്ളവർ. ഒരായത്ത് പഠിച്ചിട്ട് അതിന്റെ ഏറ്റവും നേരായ രീതി സ്വീകരിച്ചത് ആരാ? സ്വഹാബികളാണ്. എന്നിട്ടോ പറഞ്ഞു അഹ്സന ഹാല, ഏറ്റവും മികച്ച അവസ്ഥയിലുള്ളവർ. മാത്രമല്ല ഖൗമൻ, അവർ ഒരു ജനതയാണ്. എങ്ങനെയുള്ള ജനത? ഇഖ്താറഹുമുല്ലാഹു ലിസുഹ്ബത്തി നബീഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്നുമില്ലെങ്കിലും അല്ലാഹു പ്രവാചകന്റെ സുഹബത്തിന് വേണ്ടി അവരെ തെരഞ്ഞെടുത്തത്, നമ്മളല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ജീവിക്കണം എന്ന നിലവാരത്തിൽ അള്ളാഹ് തെരഞ്ഞെടുത്ത ലോകത്തെ ഏറ്റവും മികച്ച സമൂഹമാണ്. മനസ്സിലായില്ലേ? കുൻതും ഖൈറ ഉമ്മ, അള്ളാഹ് സർട്ടിഫിക്കറ്റ് കൊടുത്ത സമൂഹമാണ്. അവരെങ്ങനെയാണ് ഈ ആയത്തുകളെ മനസ്സിലാക്കിയത്? വഴിതെറ്റിക്കാൻ വേണ്ടി സംഗീതം ഉപയോഗിച്ചാൽ മാത്രമാണ് ഹറാം എന്നാണ് അവർ മനസ്സിലാക്കിയതെങ്കിൽ നമുക്കെന്തിനാ തർക്കം? ഇസ്ലാമിലുള്ള ഒരു സംഗതി നമ്മൾ ഒരിക്കലും എതിർക്കേണ്ടതില്ല. നേരെ മറിച്ച് ഇസ്ലാം ഹറാമാക്കിയ ഒരു സംഗതി ജനങ്ങൾ വരെ ശിക്ഷ ഏറ്റുവാങ്ങണ്ടേ? മാത്രവുമല്ല, സംഗീതത്തിന്റെ പിന്നാലെ പോകുന്ന ആളുകൾക്ക് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന ശിക്ഷയെ സംബന്ധിച്ചുള്ള വചനങ്ങൾ അതീവ ഗൗരവമേറിയതാണ്. മനസ്സിലായില്ലേ? അപ്പൊ ഏറ്റവും പ്രധാനമായി പറഞ്ഞൊരു സംഗതി ഈ ആയത്ത്. അതായത് ആ വിഷയത്തിൽ ലഹുൽ ഹദീസ് എന്ന് പറഞ്ഞാൽ താളമേളങ്ങളോടെയുള്ള സംഗീതമാണ് എന്ന് പറഞ്ഞത് ആരാ? ഇവിടെയുള്ള ഏതെങ്കിലും പാർട്ടിക്കാരല്ല, ഇന്നോ ഇന്നലെയോ പുതിയൊരാൾ കണ്ടുപിടിച്ചതല്ല. നേരെ മറിച്ച് വ്യക്തമായി ആ കാര്യം പറഞ്ഞിരിക്കുന്നത് സ്വഹാബിയാണ്, അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം കൃത്യമായി പറഞ്ഞു, ആ വിഷയത്തെ കുറിച്ച് പഠിപ്പിച്ചു, നമുക്ക് ബോധ്യം നൽകി. കാരണം എന്താ? അദ്ദേഹത്തിന് ഒരു പ്രത്യേകത ഉണ്ട്. ഈ ആയത്തുമായി ബന്ധപ്പെട്ട് സൂറത്തുൽ ലുഖ്മാൻ ഇറങ്ങുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെ ഉണ്ടായിരുന്ന സ്വഹാബിയാണ്. എനിക്കാണ് ലുഖ്മാനെ കുറിച്ച് ഏറ്റവും കൃത്യമായിട്ട് അറിയുക. പ്രത്യേകിച്ചും വമിനന്നാസി മയ്യസ്തരി ലഹുൽ ഹദീസ് എന്ന ആയത്ത് എന്തുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന്. അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല, അവൻ തന്നെ സത്യം. 3 തവണയാണ് അദ്ദേഹം പറഞ്ഞത്. അള്ളാഹു തന്നെ സത്യം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പരിചയപ്പെടുത്തി, കൃത്യമായി പരിചയപ്പെടുത്തി. എന്താ പറഞ്ഞത്? വല്ലാഹില്ലദീ ലാ ഇലാഹ ഇല്ലാഹു യുറദിദുഹാ സലാസ മറാത്തിൻ ഹദീസിലുണ്ട്. 3 വട്ടം അദ്ദേഹം പറഞ്ഞു അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനില്ല, അങ്ങനെയുള്ള സാക്ഷാൽ ആരാധ്യനായ അള്ളാഹു തന്നെ സത്യം. എന്നിട്ട് അദ്ദേഹം കൃത്യമായി പഠിപ്പിച്ചു. എന്താ പഠിപ്പിച്ചത്? ഇവിടെ ഇന്ന ലഹുവൽ ഹദീസി ലഹുവൽ ഗിനാ. ഈ ആയത്തിലെ സൂറത്തുൽ ലുഖ്മാനിലെ ഈ 6ാമത്തെ ആയത്തിൽ ലഹുൽ ഹദീസ് എന്നതുകൊണ്ടുള്ള ഉദ്ദേശം അത് ഗിനാ ആണ്, താളമേളങ്ങളോടെയുള്ള സംഗീതമാണ്, മ്യൂസിക്. സ്വഹാബികൾ വിശ്വസിച്ച പോലെ വിശ്വസിക്കാനാണ് പറഞ്ഞത്. സ്വഹാബികൾ ആയത്ത് പഠിക്കാനാണ് പറഞ്ഞത്. നമ്മുടെ വക വിശദീകരിക്കാനും വ്യാഖ്യാനിക്കാനും അല്ല പറഞ്ഞിരിക്കുന്നത്. ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞു, നസലത്ത് ഹാദിഹിൽ ആയ ഫിൽ ഗിനാഇ വൽ മസാമീർ. സുഷിരവാദ്യങ്ങൾ, വാദ്യോപകരണങ്ങളിലും അതേപോലെ തന്നെ മ്യൂസിക്കിന്റെയും വിഷയത്തിലാണ് ഈ ആയത്ത് അവതരിച്ചത് എന്ന് പറഞ്ഞു. ഇനി ഇമാം ബുഖാരി അദ്ദേഹത്തിന്റെ അദബുൽ മുഫ്രദിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് കൊടുത്തു, സ്വഹീഹായി വന്നത്. വമിനന്നാസി മയ്യസ്തരി ലഹുൽ ഹദീസ് എന്ന സൂറത്തുൽ ലുഖ്മാനിലെ 6ാമത്തെ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞിരിക്കുന്നു, ഖാല, എന്താ പറഞ്ഞത്? അൽ ഗിനാഉ വഅശ്ബാഹുഹു, മ്യൂസിക്കും സദൃശമായ കാര്യങ്ങളും.
സംഗീതവും അതുപോലുള്ള കാര്യങ്ങളുമാണ് ഈ ആയത്തിൽ ഉദ്ദേശിക്കുന്നത് കൃത്യമായി പറഞ്ഞു. ഇനി ഇമാം ബൈഹഖി അദ്ദേഹത്തിന്റെ സുനനുൽ കുബ്രയിൽ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അതേ വിഷയം ഉദ്ധരിച്ചു. സംഗീതവും സംഗീതം പോലുള്ള കാര്യങ്ങളുമാണ് ഇവിടെ ലഹുൽ ഹദീസ് എന്ന വിഷയം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് കൃത്യമായി ഈ ആയത്ത് തന്നെയാണ് പ്രധാനപ്പെട്ട ആയത്ത്. ആ ആയത്തിനെ സ്വഹാബികൾ മനസ്സിലാക്കിയത് ഇങ്ങനെയാണ്, താബികൾ മനസ്സിലാക്കിയത് ഇങ്ങനെ. സ്വഹാബികൾ മനസ്സിലാക്കിയത് ഞാൻ പറഞ്ഞു, ഹസൻ ബസരി റളിയല്ലാഹു പോലുള്ള താബികൾ മനസ്സിലാക്കിയത് പറഞ്ഞു. നമ്മൾ വേറെ എന്താ ദീനിൽ മനസ്സിലാക്കേണ്ടത്? മനസ്സിലായില്ലേ? എന്നിട്ട് പറയാണ് ആ ആയത്തിൽ ലിയുദില്ലാൻ സബീലില്ലാഹും കൂടി ഉണ്ട്. അള്ളാഹിന്റെ മാർഗത്തിൽ നിന്ന് വഴിതെറ്റിക്കുകയാണെങ്കിൽ ആ മ്യൂസിക് ഹറാമാണ്. എന്നാൽ ഇങ്ങനെ മനസ്സിലാക്കിയ ആരുണ്ട്? അത് കൊടുത്തിട്ടില്ല. ആയിക്കോട്ടെ, ഗണ്ണിച്ചോട്ടെ. ആ തെളിവ് പറയുമ്പോൾ അത് എവിടെ? വഴിതെറ്റിക്കാൻ വേണ്ടിയുള്ള സംഗീതം മാത്രമേ ഹറാമാവുകയുള്ളൂ എന്നാണ് ഈ ആയത്തിൽ നിന്ന് സ്വഹാബികൾ മനസ്സിലാക്കിയതെങ്കിൽ, താബികൾ മനസ്സിലാക്കിയതെങ്കിൽ, അങ്ങനെയാണ് ഈ കാലഘട്ടം അത്രയുമുള്ള അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ മനസ്സിലാക്കിയതെങ്കിൽ യാതൊരു തർക്കവും നമുക്ക് ആ വിഷയത്തിലില്ല. അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ് നിങ്ങൾക്ക് മനസ്സിലായി. ആ തെളിവിന്റെ ഖണ്ഡനം എത്രമാത്രം ദുർബലമാണ്. തല കൊണ്ടാ ഖണ്ഡിച്ചത്. മനസ്സിലായില്ലേ? ഞാൻ വീണ്ടും പറയുന്നു, ഏതെങ്കിലും ഒരു പാർട്ടിയോടുള്ള വിരോധമല്ല ഇത്. നേരെ മറിച്ച് അതുകൊണ്ട് എന്തുണ്ടായി? ഇതൊരു ഒരു ഫത്വയിലെ അഭിപ്രായ വ്യത്യാസമോ ഇജ്തിഹാദിലൊരു പിഴവായ നിൽക്കല്ല. പിന്നെ നമ്മൾ കാണുന്നത് മാധ്യമം പരിപാടി നടത്തിയാലും യൂത്തിന്റെ പരിപാടി നടത്തിയാലും ഞാൻ നിങ്ങൾക്ക് തെളിവുകൾ നിരത്തി കാണിച്ചു തരുന്നില്ലേ? കുവൈത്തിൽ നടന്ന് നിങ്ങൾക്കറിയാം, നാട്ടിലിപ്പോൾ ഏറ്റവും ലാസ്റ്റ് തിരൂരിൽ നടന്ന അറിയാം. എന്താണ് മ്യൂസിക് ട്രൂപ്പ്? അത് കേരളത്തിൽ അറിയപ്പെടുന്ന എല്ലാ ഡാൻസും പാട്ടും ഒക്കെയുള്ള ആളുകൾ വിളിച്ചു വരുത്തിയിട്ട് ഈ ഇസ്ലാമിക പ്രവർത്തകരെ വളണ്ടിയർമാരാക്കിയിട്ട് പരിപാടി നടത്തും. ബഹ്റൈനിലൊക്കെ ആ മാധ്യമത്തിന്റെ വാർഷികത്തിലാണ് ഇവിടെ കുവൈത്തിൽ പരിപാടികൾ നടന്നു. എന്തിനാണ് ഒരു ദീനീ പ്രസ്ഥാനം തികച്ചും ഈ ഇസ്ലാം നിങ്ങൾ വില കൊടുത്തു വാങ്ങുന്നു എന്ന് പറയുന്ന ഈ നിഷിദ്ധമായ ഹറാമിനെ അത് അവതരിപ്പിച്ച തെറ്റൊന്നു വേറെ, എന്നാൽ അത് ഹലാലാണ് എന്ന് തെറ്റിദ്ധരിപ്പിച്ച് പാമരന്മാരായ പലരെയും അവിടെ കൊണ്ടുവന്ന് അത് ആസ്വദിക്കാൻ ഒരു പക്ഷേ കുറച്ചൊക്കെ ദീനീബോധത്തോടു കൂടി ജീവിച്ച് ശീലിച്ചവരും മൗലവിമാരും ആലിമ്യങ്ങളൊക്കെ സംഘടിപ്പിക്കുന്ന പരിപാടി അല്ലേ എന്ന് വിചാരിച്ചതിന്റെ പിറകിലൊന്നും വന്നിരുന്നാൽ നേരത്തെ ഊതി ആയത്ത് മറക്കണ്ട. മനസ്സിലായില്ലേ? നിങ്ങൾ ഭാരമേറ്റാൽ പോരാ, നിങ്ങൾ തെറ്റിദ്ധരിപ്പിച്ചവരുടെ ഭാരത്തിന്റെ ഒരു ഭാഗം കൂടി ഏൽക്കണം. ജീവിതക്രമം മാറിപ്പോയിട്ടുണ്ട്, ഇസ്ലാമിക സംസ്കാരം തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ ആലയങ്ങളിൽ സിനിമകൾ പ്രദർശിപ്പിക്കപ്പെടുകയും അത് കാണാൻ ആളുകളെ കൊണ്ടുവരികയും ചെയ്യുന്ന അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ജീവിത സംസ്കാരം തന്നെ തെറ്റിപ്പോയി ഹറാമിനെ ഹലാല് പോലെ കാണുന്ന ഒരു സമ്പ്രദായം വ്യാപകമായി വരുന്നത് കൊണ്ടാണ് ഗൗരവത്തോടു കൂടി പറയുന്നത്. ഈ പറയുന്ന കാര്യം ആദ്യം എനിക്കാണ് ബാധകം, ഇത് കേൾക്കുന്ന ഇത് പ്രചരിപ്പിക്കുന്ന സലഫി പ്രവർത്തകർക്കാണ് ബാധകം, അത് കഴിഞ്ഞിട്ടേ ബാക്കി എല്ലാവർക്കും ബാധകമാവുകയുള്ളൂ എന്ന ബോധത്തോടു കൂടി അതുകൊണ്ട് വിഷയത്തിൽ നിന്നാൽ മതി. മറ്റു നിലക്കുള്ള വിമർശന ബുദ്ധിയോടുകൂടി ഇത് കേൾക്കുന്നതിൽ അർത്ഥമില്ല. പിന്നെ ഒന്ന് പറഞ്ഞത്, ഏതൊരു കാര്യവും അടിസ്ഥാനപരമായി അനുവദനീയമാണ്. ഇസ്ലാം മൗലികമായി വിലക്കാത്ത ഏതൊരു കാര്യവും അടിസ്ഥാനപരമായി അനുവദനീയമാണ്. അതാണ് ഒരു ന്യായം. അത് ന്യായമാണ്. ഏതൊരു കാര്യവും അടിസ്ഥാനപരമായി ഇസ്ലാമിൽ അനുവദനീയമാണ്. വിലക്കാണെങ്കിൽ പ്രത്യേകം വിലക്കും. മ്യൂസിക് വിലക്കിയിട്ടില്ല. മ്യൂസിക് വിലക്കിയിട്ടില്ല എന്ന് ആരാ പറഞ്ഞത്? ഇനി ഇൻഷാ അല്ലാഹ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നേരിട്ട് പറഞ്ഞ വാചകം ഇനി കേൾപ്പിച്ചരാം. ഖുർആനിൽ വന്നത് ആ ആയത്ത് കൊണ്ട് ഉദ്ദേശിച്ചത് മ്യൂസിക്കാണ് എന്ന് കൃത്യമായി ബോധ്യപ്പെടുത്തിയല്ലോ. അതിന്റെ തെളിവുകൾ, ആ തെളിവുകൾക്ക് എന്തെങ്കിലും ന്യൂനത ഉണ്ടെങ്കിൽ അതാണ് ചർച്ച ചെയ്യപ്പെടേണ്ടത് ഇൻഷാ അല്ലാഹ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, അതുകൊണ്ട് മ്യൂസിക് ഹലാലാണ് എന്ന് വരികയില്ല. അങ്ങനെ വന്നാൽ പലതും ഹലാലായി നമുക്ക് കൊണ്ടുവരേണ്ടി വരും. അടിസത്തിയില്ല. പിന്നെ പറഞ്ഞത്, മനുഷ്യന്റെ പ്രകൃതിയെയും നൈസർഗിക വാസനയെയും അംഗീകരിക്കുകയും പരിപോഷിക്കുകയും ചെയ്യുന്ന ഇസ്ലാം സംഗീതം ഹറാമാക്കുമെന്ന് ചോദിക്കാൻ, ഇങ്ങനത്തെ ഒരു ചോദ്യം ചോദിക്കാൻ കാത്തുക സാധാരണക്കാർ പലരും. അങ്ങനെ ഉണ്ടെങ്കിൽ പലരും ഒഴിവാക്കിയിട്ട് ഇസ്ലാമിൽ തെറ്റാന്ന് വിചാരിച്ചിട്ട്. മനസ്സിലായില്ലേ? അങ്ങനെ മനുഷ്യപ്രകൃതിയുടെ വാസനയായിട്ട് ഏതെങ്കിലും ഒരു യുക്തിവാദി അല്ലെങ്കിൽ ഒരു ഫ്രോയിഡിസ്റ്റ് പിന്നെ വ്യഭിചാരത്തെ ഹലാലാക്കാൻ വേണ്ടി കടന്നു അങ്ങനെ ഉണ്ടാവും. മനുഷ്യപ്രകൃതി പറഞ്ഞാൽ പ്രകൃതിയിലില്ലേ? പ്രകൃതത്തെ ഹലാലിന്റെ രൂപത്തിൽ നിവർത്തിക്കുക എന്നല്ലാതെ ഹറാമിന്റെ വഴിയിൽ പിന്നെ മനുഷ്യപ്രകൃതത്തെ അല്ലെങ്കിൽ പ്രകൃതിയിൽ ഊറുന്ന താല്പര്യങ്ങളെ എങ്ങനെയാണ് ഹറാമിന്റെ വഴിയിലൂടെ പൂർത്തീകരിക്കുക? ഇസ്ലാമിന്റെ വാദം. അതിന് ഞാൻ ഒരുപാട് തെളിവ് നിരത്തേണ്ട കാര്യമുണ്ട്. ആ ചോദ്യം ചോദിക്കുന്നതല്ലേ ബാലിശങ്ങൾ ആലോചിച്ച് നോക്കി. മനുഷ്യന്റെ പ്രകൃതിയെ നൈസർഗിക വാസനകളെ അംഗീകരിക്കുന്ന ഇസ്ലാം സംഗീതം ഹറാമാക്കുകയാണ്. പടച്ചോൻ അങ്ങോട്ട് ദീന് പഠിപ്പിക്കുകയാണ്. പടച്ചോൻ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എനിക്ക് ദീന് പഠിപ്പിക്കാണോ? പടച്ചോന് പറഞ്ഞു നിൽക്കാതെ സംഗീതം അഥവാ ഹറാമാക്കിയിട്ടുണ്ടെങ്കിൽ അത് ശരിയായിട്ടില്ല. മനസ്സിലായില്ലേ? നീ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നയാളാണ്, നൈസർഗിക വാസനകളെ അംഗീകരിക്കുന്നയാളാണ്. പക്ഷെ അതിനേക്കാൾ അപ്പുറത്ത് പടച്ചോൻ ത്വയ്യിബായതെ അംഗീകരിക്കുന്നു പറഞ്ഞിട്ടുണ്ട്. സംഗീതം ത്വയ്യിബല്ല. അതാണ് എന്റെ കാരണം. പിന്നെ പറഞ്ഞത്, പണ്ട് മുതൽക്കേ അഭിപ്രായ വ്യത്യാസമുള്ള ഒരു വിഷയമാണ്.
തെളിവിന്റെ പോലെ പറഞ്ഞു, ഇത് തെളിവാ. പണ്ട് മുതൽക്കേ അഭിപ്രായ വ്യത്യാസം ഉണ്ട് നിൽക്കുക. പണ്ട് മുതൽക്കേ എല്ലാ തൗഹീദിന്റെ വിഷയത്തിൽ ഒരു അഭിപ്രായ വ്യത്യാസം. ഇസ്തിഹാസ അള്ളാഹിനോട് മാത്രം പോകണോ അതല്ല സൃഷ്ടികളോട് പോകണോ? ഷിയാക്കൾ എത്ര ഉസ്മാൻ അള്ളാഹിന്റെ കാലം തുടങ്ങിയ അഭിപ്രായ വ്യത്യാസം. അഭിപ്രായ വ്യത്യാസം ഉണ്ടായതുകൊണ്ട് അത് ശരിക്കും പറ്റും. എന്നാൽ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിലെ പണ്ഡിതന്മാരും സംഗീതം ഹലാലാക്കിയിട്ടില്ല. ഒരു വർത്തമാനം കേട്ടാൽ അങ്ങനെ തോന്നുന്നത്. ആകെ ഒരാളുണ്ട്, എന്താണ്? അതും ഉത്തമ തലമുറയിൽപ്പെട്ട ആളുമല്ല, ഇബ്നു ഹസ്മി. മഹാനായ ഇബ്നു ഹസ്മി എന്ന് പറയുന്ന പണ്ഡിതൻ, അദ്ദേഹം ഈ കരം കുറഞ്ഞ ചില സംഗീത പരിപാടികളൊക്കെ അദ്ദേഹത്തിന് വ്യക്തിപരമായി അദ്ദേഹത്തിന് തോന്നി അത് ഹറാമല്ല. അദ്ദേഹം അതിന് ചില ന്യായങ്ങൾ പറഞ്ഞു. അത് എത്ര നൂറ്റാണ്ട് മുമ്പ്. എന്നിട്ട് ഇപ്പോഴത്തെ ഇന്നത്തെ കാണുന്ന ഈ താളമേളങ്ങളും ഈ മ്യൂസിക്കിന്റെ കൊഴുപ്പും ഹലാലാണെന്ന് പറയാൻ ആ കാലഘട്ടത്തിൽ അദ്ദേഹം പറഞ്ഞ ചില വാചകങ്ങൾ, അന്ന് വളരെ ചെറിയ സംഗതികളാണ് ഉപയോഗിക്കുന്നത്, അത് ഹറാമല്ല എന്ന് അദ്ദേഹത്തിന് തോന്നി. ആ പറഞ്ഞ കാലത്തിന് അദ്ദേഹത്തിന് വിലക്ക് വന്നു, അദ്ദേഹത്തിന് ഖണ്ഡനങ്ങൾ വന്നു. ഇന്നു വരെ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ അടക്കമുള്ള ആളുകൾ സംഗീതത്തോട് സ്വീകരിച്ച സമീപനം. അതേപോലെ ഇബ്നു ഹസ്മിന് മറുപടി പറഞ്ഞുകൊണ്ട് ധാരാളം ഗ്രന്ഥങ്ങൾ, ആധുനികവും പൗരാണികവുമായ ഗ്രന്ഥങ്ങൾ എമ്പാടുമുണ്ട്. സംഗീതത്തിന്റെ ഇത്തരം വാദങ്ങളെ ഖണ്ഡിച്ചിട്ട് 500ഓളം പേജുള്ള ഗ്രന്ഥങ്ങൾ ഒരൊറ്റ വിഷയത്തിലാക്കിയിട്ടുണ്ട്. ഏറ്റവും അവസാനം ഷെയ്ഖ് അൽബാനിയുടെ തഹരീമു ആലാത്തി ത്വറബ്, സംഗീതവാദ്യോപകരണങ്ങൾ നിഷിദ്ധമാക്കുന്നതിനെ കുറിച്ച് ഇബ്നു ഹസ്മിന്റെ വാദങ്ങൾ പറഞ്ഞ് കൃത്യമായി ഖണ്ഡിച്ചുകൊണ്ടുള്ള ഗ്രന്ഥങ്ങൾ വരെ ഇറങ്ങിയിട്ടുണ്ട്. പറയാൻ സൈഡ് ആകെ ഇബ്നു ഹസ്ം ഇത് കഴിഞ്ഞു, വേറെ ആരെ പേര് പറയാനല്ല. പിന്നെ പറയാനുള്ളത് കർലാവിയാണ്. അങ്ങനെ പറയുകയാണെങ്കിൽ ആരൊക്കെ പറയാം? കാന്തപുരത്തിനും പറഞ്ഞു, ഖുമൈനിയെ പറഞ്ഞു. എന്താ അവർക്ക് കുറെ പണ്ഡിതന്മാരില്ലേ? അങ്ങനെ കുറെ ഇക്കാലത്ത് ജീവിച്ചിരുന്നുണ്ട് അവരാവും. അഹ്ലുസ് സുന്നത്തിന്റെ അടിസ്ഥാനത്തിൽ ഫത്വ കൊടുക്കുന്ന പണ്ഡിതന്മാരെ കുറിച്ച് പറയട്ടെ. പിന്നെ പറയാനുള്ളത് ആരാ? ഗസാലി എന്ന് പറയുന്ന സൂഫി, ഇബ്നു അറബി, പിന്നെ മുഹമ്മദ് ഗസാലി എന്ന് പറയുന്ന ഇഖ്വാനി, അത്തരം ആളുകൾ ആ സലഫി ലൈനിൽ അഥവാ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്ത് മനസ്സിലാക്കിയ രീതിയിൽ ഇസ്ലാമിക പ്രമാണങ്ങളെ അവതരിപ്പിക്കാൻ അറിഞ്ഞുകൂടാത്ത അക്കലിന്റെ അടിസ്ഥാനത്തിൽ ഇസ്ലാമിക വിഷയങ്ങളെ അവതരിപ്പിക്കുന്ന ആധുനികരായ ചില പണ്ഡിതന്മാർ, അവർക്ക് തോന്നിയ പോലെ പറഞ്ഞു. അതാപ്പോ ഒരു തെളിവ്. ഇനി അഭിപ്രായ വ്യത്യാസം ഉണ്ട്, സമ്മതിക്കാമോ? ഉണ്ട്. അഭിപ്രായ വ്യത്യാസം ഉണ്ട്. എന്ത് ചെയ്യണം? ദീനിന്റെ ഒരു വിഷയത്തിൽ നോക്കുമ്പോൾ ഒരാൾ പറയാൻ സംഗതി ഹറാമാണ്, ഒരാൾ പറയാം ഹറാമെന്ന് പറയാൻ പറ്റില്ല. എന്ത് ചെയ്യണം? അള്ളാഹുവിലേക്ക് മടക്കണം. ദീനിന്റെ കാര്യം ദുനിയാവിന്റെ വിഷയമല്ല പറഞ്ഞത്, റസൂലിലേക്ക് മടക്കണം. അങ്ങനെ അള്ളാഹുവിലേക്കും റസൂലിലേക്കും മടക്കുക എന്നുള്ളത് നമ്മൾ ചെയ്തു നോക്കുക. പരിഹാരമില്ലേ? അത് ചെയ്യുന്നതിന് പകരം ഇവിടെ ജനങ്ങളെ വായനക്കാരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പറയാണ് പണ്ട് മുതൽക്കേ അഭിപ്രായ വ്യത്യാസം. ജനങ്ങൾ വിചാരിക്കും എല്ലാ പടുക്കളായ പണ്ഡിതന്മാരൊക്കെ രണ്ട് വശത്ത് ഇങ്ങനെ നിന്നിട്ട് സംഗീതത്തിന് വേണ്ടി വാഗ്വാദം നടത്തായിരുന്നു. അഹ്ലുസ് സുന്നത്തിന്റെ കിതാബ് എടുത്തു നോക്കിയാൽ സംഗീതം ഹറാമാണ് എന്ന് പറയുന്ന ഫത്വകളും ഗ്രന്ഥങ്ങളും ലേഖനങ്ങളും അല്ലാതെ അംഗീകരിക്കുന്നൊന്നും കാണാൻ സാധിക്കില്ല. ഒറ്റപ്പെട്ടത് ഇബ്നു ഹസ്മിന്റെ അഭിപ്രായം മാത്രമാണ്. അദ്ദേഹത്തിന് വേറെയും അഭിപ്രായങ്ങളിൽ അതേപോലെ ഗൗരവമായ അബദ്ധങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അതിന് അതിശക്തമായ മറുപടി, പേജുകളുള്ള മറുപടികൾ വരെ അതിന് വന്നിട്ടുണ്ട് എന്നുള്ളതും കൂടി സാന്ദർഭികമായി നടത്താണ്. പിന്നെ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം, നിഷിദ്ധമാണെന്ന് പറയുന്നവരുടെ പ്രമാണങ്ങൾ അവരുടെ നിലപാടിനെ പിന്തുണയ്ക്കുന്നില്ല. അതാണ് നമുക്ക് പരിശോധിക്കാനുള്ളത്. അതിലൊന്ന് ഞാൻ പറഞ്ഞു, വമിനന്നാസിമൈ യസ്തരി ലഹുവൽ ഹദീസ് എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആയത്ത്. ആ ആയത്തിന് സ്വഹാബത്ത് മനസ്സിലാക്കിയ ആശയം, ഞാനല്ലാതെ അതിനെക്കുറിച്ച് അതുപോലെ മനസ്സിലാക്കിയിട്ടില്ല. ആയത്തിറങ്ങുമ്പോൾ ഞാനാണുള്ളത്, ആയത്ത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എനിക്കാണ് അറിയുക എന്ന് കൃത്യമായി എടുത്തു പറഞ്ഞ് അള്ളാഹുവിൽ 3 വട്ടം ആണയിട്ട് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞ വാചകം ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചു. പിന്നെ എങ്ങനെ ആ ആയത്ത് നമ്മുടെ നിലപാടിന് സംഗീതം ഹറാമാണ് എന്ന നിലപാടിനെ പിന്തുണയ്ക്കുന്നില്ല എന്ന് പറയും? സത്യത്തിൽ ഇസ്ലാമിന് ഒരു തെളിവ് മതി, വ്യക്തവും ഖണ്ഡിതവുമാണ്. ഒരു തെളിവ് ധാരാളം മതി. അത് തന്നെ നമ്മുടെ നിലപാടിനെ കൃത്യമായി പിന്തുണയ്ക്കുന്നു എന്നാണ് നമ്മൾ വായിച്ചു മനസ്സിലാക്കി. ഇനി ഓരോന്നെടുത്താലും നിലപാടിനെ പിന്തുണയ്ക്കും. ശക്തിപ്പെടുത്താൻ ഇഷ്ടം പോലെ വീണ്ടും ഉണ്ട്. എന്തായാലും 5 ആയത്തുകൾ എടുത്തു കൊടുത്തു. ഈ 5 ആയത്തുകളും പിന്നെ ഇതല്ല വിഷയം, സംഗീതമല്ല വിഷയം. അതെന്താ കാരണം എന്ന് വെച്ചാൽ ചില പദപ്രയോഗങ്ങൾ വരുമ്പോൾ, ഉദാഹരണത്തിന് ഷഹാദത്ത് സൂ, ലഹുൽ ഹദീസ്, ഇത് വെറും മ്യൂസിക് മാത്രമാണെന്ന് ആര് വിചാരിച്ചു? വിനോദ വർത്തമാനം മ്യൂസിക് മാത്രമാണെന്ന് ആരും പറഞ്ഞിട്ടില്ല. പ്രധാനമായി ഉദ്ദേശിച്ചത് മ്യൂസിക് ആണെന്ന് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് പോലും പറഞ്ഞിട്ടുള്ളൂ. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട എന്താ? അതുകൊണ്ട് മ്യൂസിക് മാത്രമേ ഹറാമാകുന്നു വരുമോ? അല്ല, വിനോദ വർത്തമാനങ്ങളിൽ മറ്റു കാര്യങ്ങളുണ്ട്. കള്ളം പറയൽ, ആളുകളെ രസിപ്പിക്കാൻ വേണ്ടി കളവ് പറയൽ, കളവ് പറഞ്ഞിട്ട് ആളുകൾ രസിപ്പിക്കുന്ന സമ്പ്രദായം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് ഹറാമാണ്, അതിൽപ്പെടും, ബാത്തിലയിൽപ്പെടും. ഷഹാദത്ത് സൂർ, കള്ളസാക്ഷ്യം അതിൽപ്പെടും. അതേപോലെ തന്നെ അതിൽ മ്യൂസിക്കും പെടും.
അതിൽ മ്യൂസിക് ഒഴിവാണ് എന്നതിനെയാണ് ഞങ്ങൾക്ക് രേഖ കിട്ടേണ്ടത്. കാരണം മ്യൂസിക് അതിൽ പെടുമെന്ന് പ്രഗത്ഭരായ സ്വഹാബികളും പ്രഗത്ഭരായ താബികളും പറഞ്ഞു. ഇനി ആ സ്വഹാബികൾ പറഞ്ഞു എന്നതിന് ഞങ്ങൾ സമർപ്പിച്ച തെളിവ്, അല്ലെങ്കിൽ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ ആദിമകാലം മുതൽ സമർപ്പിച്ചുകൊണ്ടിരിക്കുന്ന തെളിവിൽ ന്യൂനത ഉണ്ടെങ്കിൽ ആ ന്യൂനത എന്താണെന്ന് പറയാം. ന്യൂനത ഉണ്ടെന്ന് മൊത്തം പറഞ്ഞ് ജനങ്ങളെ കബളിപ്പിച്ചാൽ പോരാ. വളരെ വ്യക്തമായി അത് കൂലങ്കഷമായി അപഗ്രഥിക്കപ്പെട്ട ചർവണം ചെയ്ത് വിശകലനം ചെയ്യപ്പെട്ട ഗ്രന്ഥങ്ങൾ ഇന്ന് ലഭ്യമാണ് എന്ന് മാത്രമാണ് ആ വിഷയത്തെ കുറിച്ച് പറയാനുള്ളത്. ഇനി ആ തെളിവ് വരുമ്പോൾ ബാക്കി വിഷയം നേരത്തെ മനസ്സിലാവും. പിന്നെ നർത്തകിമാർ പാടിയതാണ് വിരോധിച്ചത്. അതായത് നളർ ബിൻ ഹാരിസ് എന്ന് പറയുന്ന ഒരാൾ ഇറാഖിൽ നിന്ന് കുറെ നർത്തകിമാരായ പെണ്ണുങ്ങളെ മദീനയിലും മറ്റുമൊക്കെ കൊണ്ടുവന്നിട്ട് കൊണ്ടുവന്നിട്ട് അറേബ്യയിൽ കൊണ്ടുവന്ന് ഡാൻസ് ചെയ്യിക്കാറുണ്ടായിരുന്നു. ആ സമയത്താണ് ഹറാം ആയിക്കോട്ടെ, അപ്പൊ ഡാൻസും കൂടി ഹറാമാണെന്ന് കിട്ടി. അതുകൊണ്ട് മ്യൂസിക് ഹറാമല്ലെന്ന് വരുമോ? അപ്പൊ നർത്തകിമാരുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞത് വഴിതെറ്റിക്കുമെങ്കിൽ എങ്ങനെങ്കിലും ഒരു തെളിവുണ്ടാക്കാൻ വേണ്ടി നോക്കുക. എവിടുന്നായി ശരിക്കും കെട്ടുകഥകളും ഹുറാഫാത്തും വിദഅത്തും ശിർക്കും പ്രചരിപ്പിച്ച് നടക്കുന്ന പൗരോഹിത്യത്തിന്റെ ശൈലിയിലാണോ ഇസ്ലാമിന്റെ തെളിവുകൾ ഖണ്ഡിക്കേണ്ടത്? എന്നിട്ട് ജനങ്ങളിൽ സംശയം ഉണ്ടാക്കാന്നല്ല അവസാനം സംഗീതം ഹലാലാണെന്നൊരു ഖണ്ഡിതമായ വിധി കിട്ടുന്നില്ല. അവസാനം എന്താണ്? സംഗീതം ഒറ്റയ്ക്ക് ഹറാമാണെന്ന് പറയണ്ട. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലെങ്കിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ദഅമാ യുരീബുക ഇലാമാ യുരീബുക. നിനക്ക് സംശയം ജനിപ്പിക്കുന്ന ഒരു സംഗതിയിൽ നിന്ന് സംശയം ജനിപ്പിക്കാത്ത ഒരു കാര്യത്തിലേക്ക് നീ മാറി നിൽക്കണം. ഇവിടെ സംശയം ജനിപ്പിക്കേണ്ട കാര്യമില്ല. പ്രമാണങ്ങളെ കൃത്യമായി മനസ്സിലാക്കണം എന്നൊരു നിലവാരത്തിലെത്തിയാൽ അത്തരമൊരു ചർച്ചാ വിഷയം തന്നെ വരേണ്ടതിൽ അത്രയും ഖണ്ഡിതമാണ്, കൃത്യമാണ്, തർക്കമറ്റതാണ് ഈ വിഷയത്തിൽ ഉള്ളത്. മനസ്സിലായില്ലേ? അപ്പം നർത്തകിമാര് പാടി ആ കൂട്ടത്തിൽ മ്യൂസിക് വന്നപ്പോഴാണ് ഹറാമായത് എന്നാണ് അടുത്ത് ഉന്നയിച്ചൊരു വാദം. അതിന്റെ വസ്തുത ഇതാണ്. പിന്നെ നേരത്തെ പറഞ്ഞ ഇബ്നു ഹസ്മിനെ പോലുള്ളവർ ഹലാലാക്കി. ഒന്ന് ജനങ്ങൾക്ക് ഇബ്നു ഹസ്ം ആരാണെന്ന് അറിയില്ല, അദ്ദേഹം ഏത് കാലഘട്ടക്കാരനാണെന്ന് അറിയില്ല. കേട്ടവരായിരിക്കും സഹാബിയോ താബിയോ ആ കാലഘട്ടത്തെ തലമുറയിലാണെന്ന് വിചാരിച്ചു പോകും. മനസ്സിലായില്ലേ? അദ്ദേഹം റഹിമഹുല്ലാ, അദ്ദേഹത്തിന് സർവശക്തനായ അല്ലാഹു പുറത്തു കൊടുക്കുമാറാവട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, പോലുള്ളവർ എന്ന് പറയുമ്പോഴായിരിക്കും ആരെയും പോലുള്ളവർ? നേരത്തെ പറഞ്ഞ കർലാബി, ഗസാലി, ഈ സൂഫികളും അതേപോലെ മതരാഷ്ട്രവാദികളും ആ തരത്തിലുള്ള ആളുകളാണോ പോലുള്ളവർ? അവരാണോ ഇസ്ലാമിന്റെ വിധി പറയേണ്ടത്? അവരാണോ ഇസ്ലാമിന്റെ തീരുമാനം മാറ്റേണ്ടത്? വളരെ ഖണ്ഡിതമായ വിഷയങ്ങൾ തിരുത്തു പറയേണ്ടത് അവരാണ്? പിന്നെ മറ്റൊന്ന്, ബുഖാരിയിൽ മിസ്മാറു ശൈത്താൻ, നിങ്ങൾ പിശാചിന്റെ നാദം കൊണ്ടുവരികയാണോ എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിച്ചപ്പോൾ അബൂബക്കർ സിദ്ദീഖ് ചോദിച്ചപ്പോൾ പ്രവാചകൻ ചെയ്യുന്നത് പെരുന്നാളല്ലേ, കുട്ടികൾ പാടിക്കോട്ടെ എന്ന് പറഞ്ഞു. ബുഖാരിൽ അങ്ങനെ ഹദീസ് ഉണ്ടെന്ന്. ഇൻഷാ അല്ലാഹ് വഴിയെ ഞാൻ ഹദീസ് വായിക്കും, അപ്പോൾ നിങ്ങൾക്ക് അതിന്റെ സന്ദർഭം മനസ്സിലാകുമെന്ന് മാത്രമേ ആ കാര്യത്തെ കുറിച്ച് പറയാനുള്ളൂ. പിന്നെ പറഞ്ഞത് കല്യാണത്തിനൊക്കെ പാടാൻ അനുവദിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. പാടാൻ അനുവദിച്ചുകൊണ്ട് സംഗീതം ഹലാലാവോ? പാട്ടല്ലേ ഹലാലാവുള്ളൂ? പാട്ടല്ലേ ഹലാലാവുള്ളൂ? പാട്ട് വരെ സംഗീതം വരെയല്ലേ? താളമേളങ്ങൾ, വാദ്യോപകരണങ്ങൾ, സുഷിരവാദ്യങ്ങൾ ഇസ്ലാം ഖണ്ഡിതമായി ഹറാമാക്കിയ കാര്യങ്ങൾ ഹലാലാകും? ഒരിക്കലുമില്ല. പിന്നെ പറഞ്ഞത് അഡിക്ഷൻ ആയാലേ ഹറാമാവുള്ളൂ. അതിപ്പോ ഏത് കാര്യം അഡിക്ഷനായി ഒരാൾ ഒരു കളിക്കാൻ പോയി, കളി ഹലാലാണ്, നാം നിസ്കാരം കൂടി മറന്നിട്ട് കളിക്കുകയാണെങ്കിൽ അത് ഹറാമാണ്. അങ്ങനൊന്നും ഇങ്ങോട്ട് കൊണ്ടല്ല. അഡിക്ഷൻ ആയാലേ മ്യൂസിക് ഹറാമാവുകയുള്ളൂ എന്നുള്ളത് ഞങ്ങൾക്ക് രേഖ വേണം. അത് വാചകം കൊണ്ട് എഴുതിയാൽ പോരാ. പിന്നെ ഒരു തെളിവ് അതിൽ പറഞ്ഞിരിക്കുന്നത്, നല്ല കാര്യങ്ങൾക്ക് വേണ്ടി നമുക്ക് സംഗീതവും അഭിനയമൊക്കെ ഉപയോഗിക്കാം. എനിക്ക് നേരിട്ടുള്ള അഭിനയം, സംഗീതത്തിന്റെ അനുഭവമാണ്. സംഗീതത്തെ കുറിച്ചുള്ള ഗൗരവങ്ങൾ ഈ വിഷയങ്ങളൊക്കെ സൂചിപ്പിച്ചുകൊണ്ട് ഒരു ഖുത്ബ നടത്തിയപ്പോൾ, മലപ്പുറം ജില്ലയിലെ കോട്ടക്കലിനടുത്തുള്ള പള്ളിയിൽ ഒരു ഖുത്ബ നടത്തിയപ്പോൾ, ഉമറാബാദിൽ പഠിച്ച ഈ ലേഖനം എഴുതിയ അതേ ആളുകളുടെ അരികിൽ നിന്നും കൂടി നാട്ടിൽ വന്ന് പഠിച്ച ഒരു പണ്ഡിതൻ, അദ്ദേഹം രോഷാകുലനായി. ഒരുപാട് ആളുകൾ സാക്ഷിയുള്ള വിഷയമാണ്. അദ്ദേഹം റോട്ടിൽ നിന്ന് രോഷാകുലമായി, ഞങ്ങൾ സോൾഡാരിറ്റി അങ്ങനെ ചെയ്യാറുണ്ട്, മറ്റേ ഇങ്ങനെ ഇറക്കാറുണ്ട്, ഞങ്ങൾ മ്യൂസിക് ഉപയോഗിക്കാറുണ്ട്, കത്തി എന്ന് പറഞ്ഞാൽ കുത്താനും പറ്റും, അത് പച്ചക്കറി അരിയാനും പറ്റും. നിങ്ങളിങ്ങനെ ഒറ്റയടിക്ക് ജനങ്ങൾ ആശയക്കുഴപ്പത്തിലാക്കുന്നത് ശരിയല്ല. ആരാ ജനങ്ങൾ ആശയക്കുഴപ്പത്തിലാക്കുന്ന? ആൾക്കാരാ. ഹറാമായൊരു സംഗതി ഹലാലാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് സംഗീതത്തിലേക്ക് മാത്രമല്ല, ഈ സിനിമയും സീരിയൽ അടക്കുന്ന തോന്നിവാസത്തിലേക്ക് വരെ മുസ്ലിം കുടുംബങ്ങളെ വഴിതെറ്റിച്ച് കൊണ്ടുപോകാൻ പണ്ഡിതന്മാരുടെ മേകപ്പിൽ വാതിൽ തുറന്നു കൊടുക്കുന്ന ഏറ്റവും വലിയ ഒരു തോന്നിവാസത്തിന് ബീജാവാപം നൽകിയിട്ട് പ്രമാണം കൃത്യമായി എടുത്തു പറയുമ്പോൾ നമ്മളോട് പറയാം, നിങ്ങളുടെ സമൂഹത്തിൽ ആശയക്കുഴപ്പമുണ്ട്. ഇനി ഏറ്റവും നിർണായകമായി ഈ വിഷയത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില ആയത്തുകളും ഹദീസുകളും കൂടിയുണ്ട്. വളരെ വേഗത്തിൽ ആ കാര്യങ്ങൾ കൂടി ശ്രദ്ധിച്ച് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. വിശുദ്ധ ഖുർആനിലും തിരുസുന്നത്തിലും വന്ന സംഗീതവുമായി ബന്ധപ്പെട്ട വിലക്കുകൾ അത് ഏത് രൂപത്തിലാണ്
ഈ കഴിഞ്ഞ കാലങ്ങളിലെ മുഴുവൻ മുസ്ലിങ്ങളും മനസ്സിലാക്കി പോകുന്നത്. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന് ആ വിഷയത്തെക്കുറിച്ചുള്ള നിലപാട് എന്താണ്? അതിൽ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ കൂടി ശ്രദ്ധയിൽപ്പെടുത്തണം എന്നാണ് വിചാരിച്ചത്. നമ്മുടെ നാട്ടിൽ സംഗീതത്തെ ന്യായീകരിക്കാൻ വേണ്ടി വന്ന ഒരുപാട് ആളുകളുടെ കൂട്ടത്തിൽ ഒന്ന് മാത്രം ഞാൻ എടുത്തു മുന്നിൽ വെച്ചുള്ളൂ. കഴിഞ്ഞ 2012 ഈ കഴിഞ്ഞ ഏപ്രിൽ 7-ാം തീയതിയുടെ പ്രബോധനത്തിൽ വന്നൊരു ലേഖനമാണ് ഞാൻ ആസ്പദിച്ചത്. അത് സൗകര്യത്തിന് വേണ്ടി അങ്ങനെ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഏതായിരുന്നാലും നമ്മെ സംബന്ധിച്ചിടത്തോളം വിഷയമാണ് പ്രധാനം. അത് ഇത്രത്തോളം പറഞ്ഞിട്ടുണ്ട്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈയുടെ അരികിൽ വീട്ടിൽ ആയിഷ റളിയല്ലാഹു അൻഹ ഉള്ള സമയത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു വരുന്നു. 2 കുട്ടികൾ അവിടെ പെരുന്നാളാണ് പാടിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ മിസ്മാർ ശൈത്താനാണോ പ്രവാചകന്റെ വീട്ടിൽ എന്നാര് ചോദിച്ചു? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു ചോദിച്ചു. എന്നിട്ട് ആ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് ലേഖനത്തിൽ പറയാണ്, അവർ പ്രൊഫഷണൽ ഗായികമാര് ആയിരുന്നില്ല. അതായത് പ്രൊഫഷണൽ ഗാനത്തെ നിരോധിക്കല്ല, അതുകൊണ്ടല്ല മിസ്മാർ ഷെയ്ത്താൻ എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞിരിക്കുന്നത് എന്ന്. പക്ഷെ ആ മിസ്മാർ ഷെയ്ത്താൻ എന്ന് പറഞ്ഞിട്ട് പ്രവാചകൻ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. പ്രൊഫഷണൽ, മനസ്സിലായില്ലേ? അപ്പൊ നമ്മെ സംബന്ധിച്ചിടത്തോളം എത്ര വലിയ തെറ്റിദ്ധരിപ്പിക്കലാണ് ആ വിഷയത്തിൽ ഉണ്ടാകുന്ന നോക്കണം. ഞാൻ ആയത്തുകൾ ഓതി കേൾപ്പിച്ചു. ആ ആയത്തുകൾക്ക് വിശദീകരണം നൽകിയ സ്വഹാബികളെ കുറിച്ച് പറഞ്ഞു. ആ ഹദീസിന്റെ ഭദ്രത ഞാൻ ബോധ്യപ്പെടുത്തി. അതിൽ ഞാൻ ഓതി കേൾപ്പിച്ച സൂറത്തുൽ ലുഖ്മാനിലെ ആയത്ത്, അതിന്റെ വ്യാഖ്യാനം അടിയുറപ്പിച്ചു പറഞ്ഞ അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തെ കുറിച്ച് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വാചകം പറഞ്ഞിട്ടുണ്ട്. ഇഖ്തദു ബില്ലദൈനി മിൻ ബഅദി അസ്ഹാബി അബൂബക്കർ വ ഉമർ. എന്റെ കാലശേഷം നിങ്ങൾ പിൻപറ്റേണ്ടത് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെയും ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിനെയുമാണ്. വഖ്തദു ബിഹദി അമ്മാർ റളിയല്ലാഹു അൻഹുവിന്റെ മാർഗരീതിയാണ് നിങ്ങൾ പിൻപറ്റേണ്ടത്. വതമസ്സകു ബിഅഹ്ദി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോടുള്ള അഹദ്, ബന്ധം, അതാണ് നിങ്ങൾ മുറുകെ പിടിക്കേണ്ടത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പേരെടുത്തു പറഞ്ഞ് വിശേഷിപ്പിച്ച സ്വഹാബിയാണ് ആര്? അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു. ഖുർആനിന്റെ ആയത്തുകൾ കേട്ട് അദ്ദേഹം മനസ്സിലാക്കിയ വിഷയമാണ്. പിന്നീട് ഞാൻ കേൾപ്പിച്ച വിശദീകരണം അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുതാണ്. അദ്ദേഹത്തെ കുറിച്ചാണ് പ്രവാചകൻ, അദ്ദേഹത്തിനു വേണ്ടിയാണ് അല്ലാഹുമ്മ ഫഖിഹു ഫിദ്ദീൻ, അല്ലാഹുവേ ഇദ്ദേഹത്തെ നീ ദീനിൽ വിജ്ഞാനിയാക്കണമേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സവിശേഷമായ പ്രാർത്ഥന നിർവഹിച്ചത് നമുക്ക് പരിചയമുണ്ട്. ഇനി സൂറത്തുൽ ഇസ്രായിലെ 64-ാമത്തെ ആയത്ത്, ഫസ്തഫ്സിസ് മൻ ഇസ്തതഅത മിൻഹും ബിസൗതിക വഅജ്ലിബ് അലൈഹിം ബിഖൈലിക വറജ്ലിക വശാരികുഹും ഫിൽ അംവാലി വൽ ഔലാദ് വഇദുഹും വമാ യഇദുഹും അശ്ശൈത്വാനു ഇല്ലാ ഗുറൂറാ. ഇബ്ലീസിനോട് പറയാൻ പറഞ്ഞു, വസ്തഫ്സിസ് മൻ ഇസ്തതഅത മിൻഹും, അവരിൽ നിന്ന് നീ കഴിയുന്നത്ര ആളുകളെ ഇളക്കി വിട്ടോളൂ. എങ്ങനെയാണ് ഇബ്ലീസ് ഇളക്കി വിടൽ? ബിസൗതിക, നിന്റെ ശബ്ദം കൊണ്ട്. ഇസ്ലാമിന്റെ തനതായ സംസ്കാരത്തിൽ നിന്നും ആദർശത്തിൽ നിന്നും ബഹുജനങ്ങളെ ഇളക്കി വിടാൻ ഇബ്ലീസ് ഉപയോഗിക്കുന്ന ടെക്നിക്കാണ് സംഗീതം. സംഗീതം കൊണ്ട് ഇളക്കി വിട്ടോളുന്ന ബിസൗതിക, നിന്റെ ശബ്ദം കൊണ്ട്. ഏതാ ഇബ്ലീസിന്റെ ശബ്ദം? മുജാഹിദ് റളിയല്ലാഹു അൻഹു താബിയാണ്. അദ്ദേഹം പറഞ്ഞു, സൗത്തു ശൈത്വാനി അൽ ഗിനാഉ വൽ മസാമിർ. ശൈത്താന്റെ ശബ്ദം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് താളമേളങ്ങളുള്ള സംഗീതവും വാദ്യോപകരണങ്ങളുമാണ് എന്ന്. മറ്റൊരായത്ത്, വല്ലദീന ലാ യശ്ഹദൂന സൂർ വഇദാ മർറൂ ബില്ലഗ്വി മർറൂ കിറാമ. മുഅ്മിനീങ്ങളുടെ ഇബാദുർ റഹ്മാൻ അടയാളങ്ങൾ ഇങ്ങനെ എണ്ണി പറയാം സൂറത്തുൽ ഫുർഖാനിൽ. ആ കൂട്ടത്തിൽ പറയാണ്, ആരെങ്കിലും സൂർ സന്ദർശിച്ചാൽ, വിനോദ സങ്കേതങ്ങൾ സന്ദർശിച്ചാൽ അവരെ സംബന്ധിച്ചിടത്തോളം എന്താണ്? അവൻ അത്തരം ലഹവ് അതിനരികിലൂടെ നടക്കുമ്പോൾ അതോടൊപ്പം അവരെ വിനോദങ്ങൾ സന്ദർശിക്കുകയില്ല. ലഹുവിനരികിലൂടെ നടന്നുപോയാൽ മാന്യന്മാരായിട്ട് നടന്നു പോകും. ലഹുവ് എന്ന് പറഞ്ഞാൽ ലഹുവാണ്, വിനോദം. ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇബ്നു കസീർ, ഇമാം ഇബ്നു കസീർ അദ്ദേഹത്തിന്റെ തഫ്സീറിൽ ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് കൃത്യമായിട്ട് പറഞ്ഞു. എന്താ പറഞ്ഞത്? അസൂറു ഹുന അൽ ഗിന. ഇവിടെ സൂർ, അവർ സൂർ സന്ദർശിക്കുകയില്ല എന്ന് പറഞ്ഞാൽ സംഗീത സദസ്സുകൾ സന്ദർശിക്കൂല എന്നാ പറഞ്ഞു. സൂറിന് കള്ളസാക്ഷ്യം നടത്തുന്നുണ്ട്, സംഗീതം വ്യാജമാണ്, അതുകൊണ്ടാണ് ആ പ്രയോഗം അവിടെ വന്നിരിക്കുന്നത്. സംശയമില്ല, രണ്ടും വിരുദ്ധമല്ല, അത് രണ്ടും പാടില്ലാത്തതാണ്. ഇമാം ഖുർത്തുബി, ഇമാം തബരി ഒക്കെ, ഇമാം മുജാഹിദ് റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള റിപ്പോർട്ടാണ് ഉദ്ധരിച്ചിരിക്കുന്നത്. എന്താണ്? ലാ യസ്മഊനൽ ഗിന, ലാ യശ്ഹദൂന സൂർ എന്ന് പറഞ്ഞാൽ ലാ യസ്മഊനൽ ഗിന, അവർ സംഗീതം കേൾക്കുകയില്ല. ആരാ പറഞ്ഞു? ഇതിന് മുജാഹിദ് പ്രസ്ഥാനത്തോട് ദേഷ്യം പിടിച്ചിട്ട് കാര്യമില്ല. വളരെ താബിഈങ്ങൾ പ്രമുഖനാണ് ആര്? മുജാഹിദ് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തെ കുറിച്ചാണ് ഞാൻ പറഞ്ഞ് കേൾപ്പിച്ചിരിക്കുന്നത്. ഇനിയോ വീണ്ടും സൂറത്തു അൻ-നജ്ം 53-ാമത്തെ സൂറത്തിലെ ഏതാണ്ട് 59 മുതൽക്കുള്ള ആയത്തുകൾ. അഫമിൻ ഹാദൽ ഹദീസി തഅജബൂൻ വതദ്ഹഖൂന വലാ തബ്കൂൻ വഅൻതും സാമിദൂൻ. നിങ്ങൾ ഈ
വർത്തമാനത്തെ അത്ഭുതം കൂറുകയാണോ? ഖുർആനെ പറ്റി പറയാം. ഖുർആനിൽ നിങ്ങൾ വിസ്മയിക്കുകയാണോ? നിങ്ങൾ ചിരിക്കുകയും കരയാതിരിക്കുകയുമാണോ? നിങ്ങൾ സംഗീതത്തിലേക്ക് ചാഞ്ഞു നിൽക്കുകയാണോ? വഅൻതും സാമിദൂൻ. ഖുർആനെ വിട്ടിട്ട് നിങ്ങൾ സംഗീതത്തിന്റെ കൂടെയാണെന്ന് ഖുർആൻ ചോദിക്കുക. ചോദ്യമായിട്ട് നമ്മുടെ ഹൃദയത്തിലേക്ക് തരാം. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഈ ആയത്ത് ഓതി കേൾപ്പിച്ചുകൊണ്ട് വഅൻതും സാമിദൂൻ, എങ്ങനെ ചാരിയിരുന്ന് സംഗീതം ആസ്വദിച്ചിരിക്കുന്നതിനാ സമൂദ് എന്ന് പറയാം. ആ ആയത്ത് ഓതി കേൾപ്പിച്ച് അദ്ദേഹം പറഞ്ഞു ഐ മുഗന്നൂൻ, പാട്ട് പാടുകയും കേൾക്കുകയും ആസ്വദിക്കുകയും ചെയ്യുന്ന ആളുകൾ. അസ്സമൂദ് അൽ ഗിന അലാ ലുഗത്തി ഹിമ്യർ, ഹിമ്യരികളുടെ ഭാഷയിൽ സമൂദ് എന്ന് പറഞ്ഞാൽ ഗിന ആകുന്നു, അൽമനാർ അല്ല. നേരെ മറിച്ച് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ആ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ എല്ലാ തഫ്സീറിലും അതിന്റെ കൃത്യമായി ഇത്തരം വിഷയങ്ങൾ രേഖപ്പെടുത്തിയത് കാണാൻ സാധിക്കും. ഇങ്ങനെ ഗണ്യതമായ തെളിവുകളാണ് നമുക്ക് നൽകാനുള്ളത്. ഇനി വേറെ റിപ്പോർട്ട് കാണാം. നമ്മെ സംബന്ധിച്ചിടത്തോളം ഇതേപോലെ തന്നെ കൃത്യമായി വിശദീകരിക്കപ്പെട്ടു. എന്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലയകൂന ഫീ ഹാദിഹിൽ ഉമ്മത്തി ഖസ്ഫുൻ വഖദ്ഫുൻ വമസ്ഖുൻ വദാലിക ഇദാ ശരിബുൽ ഖുമൂർ വത്തഖദുൽ ഖൈനാത് വദറബു ബിൽ മആസിഫ്. ഷെയ്ഖ് നാസറുദ്ദീൻ അൽബാനി അദ്ദേഹത്തിന്റെ സിൽസിലത്തു സ്വഹീഹയിൽ എടുത്തു ചേർത്തിരിക്കുന്നു. അത് ഞാൻ പറയാനുള്ള കാരണം, ഈ സംഗീതത്തിന്റെ വിഷയത്തിൽ ചില ഹദീസുകൾ ദുർബലമായി വന്നിട്ടുണ്ട്, നിഷേധിക്കുന്നില്ല. ഇപ്പോ ഒരു പ്രവർത്തനം ചരട് കെട്ടൽ അത് ശിർക്കാകുന്നു, അല്ലെങ്കിൽ സിഹർ ചെയ്യൽ അത് കുഫറാകുന്നു എന്ന് പറയുന്ന ഒരു റിപ്പോർട്ട് ലൈഫായി വന്നിട്ടുണ്ട് എന്ന് വിചാരിക്കും. വന്നിട്ടുണ്ട്. നേരത്തെ സിഹർ ചെയ്യല് കുഫറാണെന്നുള്ള വാദം ശരിയല്ല. അത് സ്വഹീഹായി എത്രയോ വന്നിട്ടുണ്ട്. മനസ്സിലായില്ലേ? പലപ്പോഴും ചില നമ്മളെ സർവാംഗീകൃതമായ ചില സംഗതികളിൽ ദുർബലമായ കുറെ ഹദീസുകൾ ശത്രുക്കൾ കരുതി കൂട്ടി പഠിച്ചിട്ടുണ്ടാക്കും. എന്തിനാണെന്നറിയോ? അത് ദുർബലാണെന്ന് പറയാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഉണ്ടാക്കും, അബദ്ധത്തിലും സംഭവിക്കാം. ഈ വിഷയത്തിൽ ഏതെങ്കിലും ഹദീസുകൾ ദുർബലമായി വന്നു എന്നുള്ളത് കൊണ്ട് സ്വഹീഹായ ഹദീസുകൾ ദുർബലമാണ് എന്ന് പറഞ്ഞാൽ അംഗീകരിക്കാൻ പറ്റില്ല. അതാ ഞാൻ പറഞ്ഞു വന്നതിന് ചുരുക്കം. സ്വഹീൽ ബുഖാരി അടക്കമുള്ളയിടത്ത് നിന്നുള്ള ഹദീസുകൾ തന്നെ നമുക്ക് ഈ വിഷയത്തിൽ കേൾപ്പിക്കാനുമുണ്ട് ഇൻഷാ അല്ലാഹ്. ഇനി അപ്പം മദ്യം വ്യാപിക്കുകയും നർത്തകിമാരെ സ്വീകരിക്കുകയും സംഗീതോപകരണങ്ങൾ നിങ്ങൾ ഉപയോഗിക്കുകയും ചെയ്താൽ, ദറബൂബിൽ മഹാസിഫ് എന്ന് പറഞ്ഞാൽ സംഗീതത്തിൽ അടിക്കുക, തബല മുട്ടുക, ആ രൂപത്തിലുള്ള പരിപാടികൾ, അതുപോലെ തമ്പുരു മീട്ടുക, ഇങ്ങനത്തെ കർബ് എന്നാ പറയാം, അതുപോലെ നിങ്ങൾ ചെയ്താൽ അപ്പോഴാണ് ഈ സമൂഹത്തിൽ ശിക്ഷ, ദുനിയാവിൽ ശിക്ഷ വന്നിറങ്ങും. ഹസ്ഫ്, ഖദ്ഫ്, മസ്ഖ്, മനുഷ്യന്റെ രൂപം കോലം മാറ്റുക, കുരങ്ങുകളാക്കി മാറ്റിയെന്ന ഈ സംഗീതാസ്വാദകരായ ഒരു സമൂഹത്തെ. അതേപോലെ തന്നെ പിന്നെ ചരൽ വർഷം, അതേപോലെ ഭൂമി പിളർന്നതിലേക്ക് താഴ്ന്നു പോവുക, ഈ രൂപത്തിലുള്ള ശിക്ഷകളൊക്കെ വന്നിറങ്ങി എന്നുള്ള താക്കീത് സംഗീതാസ്വാദകരുടെ മേൽ നൽകിയിട്ടുണ്ട് എന്ന് നമ്മൾ ഓർക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ ഹറമ അലാ ഉമ്മത്തിൽ ഖംറ വൽ മൈസർ വൽ മിസ്മാർ വൽ കൂബ. എന്റെ ഉമ്മത്തിന്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, എന്റെ ഉമ്മത്തിന് മദ്യം, ചൂതാട്ടം, സംഗീതോപകരണം, കൂബത്ത്, അടിക്കുന്ന മുട്ടുന്ന തബല പോലുള്ള ഒരു പ്രത്യേക ഒരു ദുടി, അതെല്ലാം എന്ത് ചെയ്തിരിക്കുന്നു? ഹറാമാക്കിയിരിക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. വസാദനി സലാത്തുൽ വിത്ർ, എനിക്ക് വിത്ർ നിസ്കാരം അധികമായി പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇങ്ങനെ വളരെ വ്യക്തമായി ഗണ്യതമായി സംഗീതത്തോട് സത്യവിശ്വാസി സ്വീകരിക്കേണ്ട സമീപനം പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഞാൻ ശ്രദ്ധയിൽപ്പെടുത്തിയത്. ഇനിയോ നമ്മെ സംബന്ധിച്ചിടത്തോളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ കൃത്യമായി ആയത്തുകൾ ഓതി കേൾപ്പിച്ച ആ വിഷയങ്ങൾ ഇങ്ങനെ പറഞ്ഞു. അതെല്ലാം ഓർത്തു വെച്ച് പ്രഗത്ഭരായ പണ്ഡിതന്മാരെന്താ പഠിപ്പിച്ചത്? ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നുൽ ഖയ്യിം പറഞ്ഞു, ഇന്നക ലാ തജിദു അഹദൻ അനിൽ ബിൽ ഗിന വസിമാ ആലാതിഹി ഇല്ലാ വഫീഹി ളലാലുൻ അൻ തരീഖിൽ ഹുദാ ഇൽമൻ വഅമല. ആരെങ്കിലും സംഗീതത്തെ സ്നേഹിക്കുകയും സംഗീതത്തിന്റെ വഴിയിൽ ഉണ്ടാവുകയും സംഗീതം കേൾക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്ക് മറ്റൊന്നും പറയാനില്ല. ഒരാളെയും ഞാൻ കാണുന്നില്ല അയാൾ സന്മാർഗത്തിൽ നിന്ന് തെറ്റിയവനായിട്ടല്ലാതെ. വഫീഹി ളലാലുൻ അൻ തരീഖിൽ ഹുദാ ഇൽമൻ വഅമലൻ, അറിവിലും അവൻ തെറ്റി, പ്രവർത്തനത്തിലും തെറ്റി. സംഗീതം ഹലാലാണെന്ന് ഒരാൾ വിചാരിച്ചാൽ, ഇത് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് ഈ ആയത്തുകളും ഹദീസുകളും ഒക്കെ എടുത്ത് വിശകലനം ചെയ്ത് പറഞ്ഞൊരു സംഗതിയാണ്. അതിന്റെ കാരണം മനസ്സിലായില്ലേ? എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഫഇന്നഹു റുഖിയത്തു സിനാ, വ്യഭിചാരത്തിന്റെ മന്ത്രമാണ് സംഗീതം, അല്ലെ? സംഗീതവും വ്യഭിചാരവുമാണ് ഒത്തിണങ്ങി നിൽക്കുന്നത്. അതേപോലെ തന്നെ വശിർക്കു ശൈത്താൻ, അത് പിശാചിനെ പങ്കാളിയാക്കലാണ്. അതേപോലെ ഹംറത്തുൽ ഉഖൂൽ, ബുദ്ധിയെ ലഹരി, അതിനെ ബുദ്ധിയുടെ കള്ളാണ്, ബുദ്ധിയുടെ ലഹരിയാണ്, സ്വന്തം ബുദ്ധിയെ ഇല്ലാതാക്കി കളയുന്ന ഒരു ലഹരിയാണ് സംഗീതം എന്നുകൂടി അദ്ദേഹം പറഞ്ഞു. വയസുദ്വാനിൽ ഖുർആൻ അക്സറ മിൻ ഗൈരി, ഖുർആനിൽ നിന്ന് മറ്റെന്തെല്ലാം നമ്മളെ തെറ്റിക്കുമോ
അതിനേക്കാളേറെ നമ്മെ ഖുർആനിൽ തെറ്റിക്കും സംഗീതം. സംഗീതത്തെ ഒരാൾ കണ്ടു കടന്നു കഴിഞ്ഞാൽ ഖുർആനിലേക്ക് അയാൾക്ക് അടുക്കാൻ കഴിയില്ല. കാരണം സംഗീതവും ഖുർആൻ എടുക്കുക ഒരിടത്ത് വരില്ല. ഖുർആൻ അള്ളാന്റെ കലാമുള്ള. സംഗീതം സൗത്ത് ഇബിലീസ്. എങ്ങനെ ഇബിലീസിന്റെ സൗത്തും അള്ളാന്റെ കലാമും ഒരു ഹൃദയത്തിൽ ഉണ്ടാവില്ല. ഉണ്ടെങ്കിൽ തന്നെ അവന് ഉപരിപ്ലവമായിട്ട് അക്ഷരങ്ങൾ ഉണ്ടാവുന്നല്ലാതെ ഖുർആൻ എൻ്റെ ഹൃദയത്തെ സ്പർശിക്കില്ല. സംഗീതാസ്വാദകനായ ഒരാൾ വിശുദ്ധ ഖുർആനിൽ നിന്ന് അകന്നു പോകും എന്നാണ് ആ വിഷയത്തെക്കുറിച്ച് സൂചിപ്പിക്കാനുള്ളത്. മറ്റേതൊരു കാര്യത്തെക്കാളുമേറെ, ഏത് ബാത്തിലായ കലാമിനേക്കാളുമേറെ ഹൃദയത്തെ സ്വാധീനിക്കുന്നത് സംഗീതമാണ് എന്നാണ് ശൈഖുൽ ഇസ്ലാം പറയുന്നത്. സംഗീതത്തോട് മനസ്സിലുണ്ടാകുന്ന ഈ അമിതമായ ചായ്വുണ്ടല്ലോ, അതുകൊണ്ട് വേറെ ഏതൊരു സംഗതി ഖുർആനിൽ അകറ്റുന്നതിനേക്കാൾ കൂടുതൽ സംഗീതമാണ് ഒരാളെ അകറ്റുക. അപ്പൊ സംഗീതത്തിന്റെ ഭ്രമവും അതിനോടുള്ള അനുരാഗവും അതിന്റെ വക്താക്കളുമായി മാറിക്കഴിഞ്ഞാൽ എന്താണ്, നമ്മളെ ഖുർആനിൽ നിന്ന് തെറ്റിക്കാൻ എളുപ്പമാണ് എന്നാണ് പറഞ്ഞു വന്നിരിച്ചു. ഇനിയോ നമ്മെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ ഖുർആനിൽ തന്നെ വീണ്ടും സൂറത്തു അൽ മുഅ്മിനൂൻ, സത്യവിശ്വാസികളുടെ, വിജയികളായ സത്യവിശ്വാസികളുടെ യോഗ്യതകൾ ഇങ്ങനെ എണ്ണി പറഞ്ഞു. ആ കൂട്ടത്തിലൊന്നും എന്താ, അവർ വിനോദ വർത്തമാനങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്നവരാണ്, തിരിഞ്ഞു കളയുന്നവരാണ്. ആ വിനോദ വർത്തമാനങ്ങളിൽ ഈ സംഗീതവും ഉൾപ്പെടുന്നു. സംഗീതം ഉൾപ്പെടെയുള്ള എല്ലാ തോന്നിവാസങ്ങളും, അതിൽ മറ്റുള്ള കാര്യങ്ങൾ ഉൾപ്പെടുകയിലും ഉണ്ട്. വിനോദത്തിന്റെ പരിധിയിൽപ്പെടുന്ന, വരുതിയിൽ വരുന്ന എല്ലാ കാര്യങ്ങളും അതിൽ നിന്ന് വിട്ടുനിൽക്കലാണ് സത്യവിശ്വാസികളുടെ ബാധ്യതയായി പഠിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. കവിത തന്നെ ഒരു പരിധി വിട്ട് അക്ബർഹം, നിങ്ങൾ കവിതയെ മുഖ്യ ഉപാധിയാക്കരുതെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞിട്ടുണ്ട്. പ്രവാചകൻ കവിതയെ വിലക്കിയിട്ടില്ല. ഇപ്പൊ ഹന്തഖ് കുഴിക്കുന്ന സമയത്ത് നബി പാടി അല്ലാഹുമ്മ ലാ ഐശ ഇല്ലാ ഐശുൽ ആഖിറ ഫഗ്ഫിരിൽ അൻസ്വാറ വൽ മുഹാജിറ. പരലോക ജീവിതമാണ് യഥാർത്ഥ ജീവിതം. അൻസാരികൾക്കും മുഹാജികൾക്കും പടച്ചവനെ നീ മാപ്പ് കൊടുക്കണേ. യുദ്ധരംഗത്ത് തന്റെ അടുത്തോടു കൂടി ഇറങ്ങിയതിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പാട്ടുപാടി ദുആ ചെയ്തിട്ടുണ്ട്. വിലക്കിയിട്ടില്ല. സ്വഹാബികൾ അതിന് മറുപടിയും പറഞ്ഞിട്ടുണ്ട്. നഹനുല്ലദീന ബായഉ മുഹമ്മദ അലൽ ജിഹാദി മാ ബഖൈനാ അബദ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ മുഹമ്മദ് നബിക്ക് ബൈഅത്ത് ചെയ്ത ആളുകളാണ്. മനസ്സിലായില്ലേ? ഞങ്ങൾ ഉള്ളിടത്തോളം കാലം ഞങ്ങൾ ജിഹാദിന്റെ വഴിയിൽ തന്നെ ആയിരിക്കും. ധാരാളം സന്ദർഭങ്ങൾ ഒറ്റയ്ക്കും കൂട്ടായും പാടി, അതുവരെ. എന്നാൽ പോലും കവിതയോ എന്ന് കരുതി അതിനെ മുഖ്യ ലക്ഷ്യമായി ജീവിക്കാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അനുവദിച്ചിട്ടില്ല. ഖുർആൻ തന്നെ പറഞ്ഞെന്താ, പ്രവാചകന്റെ പ്രത്യേകത പറഞ്ഞതാ, വമാ അല്ലംനാഹു ശിർ വമാ യംബഗീ ല. നാം അദ്ദേഹത്തിന് കവിത പഠിപ്പിച്ചിട്ടില്ല, കവിത അദ്ദേഹത്തിന് യോജിച്ചതുമല്ല. ഇവിടെ താളവുമില്ല മേളവുമില്ല, എന്നിട്ടും പറയാ കവിത യോജിച്ചതല്ല, ആറാമാണെന്നല്ല അതിന്റെ അർത്ഥം. ആറാമല്ല നമുക്ക് മനസ്സിലായി. ഈ ആയത്തോതി പഠിപ്പിച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കവിത ചൊല്ലി, പക്ഷെ അദ്ദേഹം താളവാദ്യങ്ങൾ അനുവദിച്ചില്ല. അതാണ് വേർതിരിവ്. ആയത്തിനെ മനസ്സിലാക്കേണ്ടത് പ്രവാചകന്റെ ജീവിതത്തിലൂടെയാണ്. സ്വഹാബത്തിൽ മനസ്സിലാക്കിയത് എങ്ങനെയാണ് എന്ന നിലവാരത്തിലാണ്. എന്നിട്ട് പറഞ്ഞു ഖുർആൻ ഉത്ബോധനമാണ്, കൃത്യമായി പഠിപ്പിച്ചു. ഇനിയോ വീണ്ടും ഇത് സൂറത്ത് യാസീനിൽ 69-70 ആയത്തുകൾ മനഃപ്പാടമുള്ള ആയത്തുകൾ. ഇനി നിങ്ങൾക്ക് മനഃപ്പാടമുള്ള ആയത്തുകൾ സൂറത്ത് ശുഅറാ, അതിന്റെ അവസാന ഭാഗത്ത് കാണാം, കവികൾ അവരെ വഴിതെറ്റിയവരാണ് പിന്തുടരുക. ഇത് ഞാൻ തെളിവ് തരണം. സാധാരണ കവികളുടെ തന്നെ പിന്നാലെ പോകാൻ ആരാ ഉള്ളത്? ആസ്വാദകരായി പോകാൻ, ആരാധകരായി പോകാൻ ആരാ ഉള്ളത്? വഴിതെറ്റിയവർ. ഖുർആനാ പറയുന്നത്, അലം തറ അന്നഹും ഫീ കുല്ലി വാദിൻ യഹീമൂൻ. എല്ലാ താഴ്വാരങ്ങളിലും ഇങ്ങനെ മേഞ്ഞു നടക്കുന്നവരാണ് അവരെന്ന് നീ കണ്ടിട്ടില്ലേ, ചിന്തിച്ചിട്ടില്ലേ? വഅന്നഹും യഖൂലൂന മാ ലാ യഫ്അലൂൻ. കവികൾ, സാഹിത്യകാരന്മാർ പ്രവർത്തിക്കാത്തതാണ് അവർ പറയുക, പ്രവർത്തിക്കാത്തതാണ് അവർ. അത് പൊതു സ്വഭാവമാണ് ഏത് കാലത്തും. ഇനി കവിത എഴുതിയാൽ തന്നെ, ആ നിലവാരം സ്വീകരിച്ചാൽ തന്നെ അതിൽ നിന്ന് മാറി നിൽക്കുന്നവരാണ് സത്യവിശ്വാസികൾ. ഇല്ലല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി വദക്കറുല്ലാഹ കതീറ. സത്യവിശ്വാസം സ്വീകരിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും അള്ളാഹുവെ ധാരാളമായി സ്മരിക്കുകയും ചെയ്യുന്നവരൊഴികെ. ഇതിനർത്ഥം ഈമാനും ഇഖ്ലാസുള്ളവർക്ക് എന്ത് കവിത എഴുതാന്ന, അത് കവിതയുടെ പിറകിൽ പോകാന്ന അല്ല. നേരെ മറിച്ച് പൊതുവെ കവിത ലക്ഷ്യമോടെ പറഞ്ഞു. പൊതുവെ കവിത എന്ന് പറഞ്ഞാൽ എന്താ? തോന്നിവാസികൾക്കുള്ളതാണ്. പിന്നെ ഈമാനുള്ളവർ വളരെ ശ്രദ്ധിച്ചത് കൈകാര്യം ചെയ്യും. അതൊരു അനുവാദം മാത്രമാണ്. കവിതയുടെ പൊതുവെയുള്ള ചിത്രം നമുക്ക് സ്വീകരിക്കാവുന്ന, യഥേഷ്ടം എടുത്ത് പയറ്റാവുന്ന ഒരു സംഗതി അല്ല. നേരെ മറിച്ച് വളരെ സൂക്ഷിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യേണ്ടതുണ്ട്. അതിന് എന്തുകൊണ്ടാ? നിങ്ങൾ നോക്കൂ, ജാഹിലിയ കാലത്തെ കവിത എത്ര ശക്തമാണ്. ഖുർആൻ വന്നിറങ്ങിയ എത്ര കവിത ഉണ്ട്. അവിടെ പോയി കവികളില്ലാഞ്ഞിട്ട് എല്ലാവർക്കും അറിയാം കവിതക്ക് എത്ര സ്ഥാനമുണ്ട്. ഖുർആൻ ഇറങ്ങി തുടങ്ങിയതിനു ശേഷം സത്യരിതരായ സത്യവിശ്വാസികൾ, സ്വഹാബികൾ എത്ര കവിത ഉണ്ടായതിന് മുമ്പ് എത്ര കവിത അവിടെ ഉണ്ടായിരുന്നു. ആ വ്യത്യാസങ്ങൾ നോക്കി. അത് എന്തുകൊണ്ടാണ് സംഭവിച്ചത്?
അത് യോജിച്ചതല്ല. കവിതയുടെ ആളായി നടക്കൽ യോജിച്ചതല്ല. അത് വല്ലപ്പോഴും ഒരു കവിത ആലപിക്കുന്നത് പോലെയോ കവിത ഉണ്ടാക്കുന്നത് പോലെയല്ല കവിതയുടെ ആളായി മാറൽ. രണ്ടും രണ്ടാണ്. അതുപോലും ഇത്രയാണെങ്കിൽ പിന്നെ താളമേളങ്ങളോടുകൂടെയുള്ളത് പറയേണ്ടതുണ്ടോ? അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. സ്വഹീഹുൽ ബുഖാരിയിലെ ഹദീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ബുഖാരിയാണ്, മനസ്സിലായില്ലേ? നേരത്തെ പറഞ്ഞ ഇബ്നു ഹസ്ം ഉണ്ടല്ലോ, ബുഖാരിയിലെ ഈ ഹദീസിനാണ് മുൻകത്തിയ എന്ന് പറഞ്ഞത്. ബുഖാരിയിലെ ഹദീസുകളിൽ ഒന്നുപോലും, സ്വഹീഹുൽ ബുഖാരി ഞാൻ പറയുന്നത്, സ്വഹീഹുൽ ബുഖാരിയിലെ ഒരു ഹദീസ് പോലും തള്ളേണ്ടതായിട്ടില്ല എന്നുള്ളത് അഹ്ലു സുന്നത്തിൽ ഇജ്മാഉള്ള കാര്യമാണ്. ഇബ്നു ഹസ്ം ബുഖാരിയിലെ ഹദീസ് തള്ളേ, അത് ഫിലോസഫറാണ്. ഹിജ്റ 5-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു ഫിലോസഫറാണ് ആര്? ഈ ഇബ്നു ഹസ്ം. ഓക്കെ, അദ്ദേഹം പണ്ഡിതൻ കൂടിയാണ്, ഞാനത് നിഷേധിക്കുന്നില്ല. എന്നിരുന്നാൽ പോലും അദ്ദേഹം പ്രാമാണികനല്ല. എന്തുകൊണ്ട്? ഈ ജാതി ഒരുപാട് അബദ്ധം പറഞ്ഞു. ബുഖാരിയിലുള്ള ഹദീസ് പോലും അദ്ദേഹം അതിനെ ന്യൂനത ആരോപിച്ചു. അയാൾക്ക് ഈ സംഗീതത്തെ താലോലിക്കാൻ വേണ്ടി ചെയ്തിട്ടുണ്ട്. അതിന്റെ ഒരു ശക്തമായ വിമർശനക്ക് അദ്ദേഹം വിധേയനായിട്ടുമുണ്ട്. എന്താ ബുഖാരിയിലെ ഹദീസ്? ലയകൂനന്ന മിൻ ഉമ്മത്തി അഖ്വാം, എന്റെ ഉമ്മത്തിൽ ചില ജനത ഉണ്ടാവുക തന്നെ ചെയ്യും. യസ്തഹില്ലൂനൽ ഹിർറ വൽ ഹരീർ, വ്യഭിചാരവും പട്ടും അവർ ഹലാലായി കാണും. വൽ ഖംറ വൽ മആസിഫ്, മദ്യവും സംഗീതോപകരണങ്ങളും അവർ ഹലാലായി കാണും. ഹലാലായി കാണുന്നു പ്രവചനം. അപ്പൊ ഹറാമാകണ്ടേ ഹലാലായി കാണുന്നു പറയണമെങ്കിൽ, അല്ലെ? ഇനി വരാൻ പോകുന്ന ഒരു ജനത മദ്യവും അതേപോലെ വ്യഭിചാരവും പട്ടുവസ്ത്രവും സംഗീതോപകരണങ്ങളും ഹലാലായി കാണും എന്ന് വന്നാൽ, അങ്ങനെ കാണും, അങ്ങനെ കാണുന്നവരാണ്, അങ്ങനെ ഒരു ജനത വരാനുണ്ട് എന്ന് പറഞ്ഞാൽ അത് ഹറാമാണ് എന്ന് അതിൽ തന്നെ വ്യക്തമല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇനിയിപ്പം കള്ള് പറഞ്ഞു വരുമ്പോ ഹലാലാവോ? വ്യഭിചാരം പറഞ്ഞു വന്നിട്ട് ഹലാലാക്കാൻ പറ്റുമോ? പരത്തി പറഞ്ഞ് ഹലാലാക്കാൻ പറ്റുമോ? പട്ടുവസ്ത്രം പരത്തി പറഞ്ഞ് ഹലാലാക്കാൻ പറ്റുമോ? ഇത് മൂന്നും ഖണ്ഡിതമായി ഹറാമാണെങ്കിൽ വ്യാകരണ നിയമം അനുസരിച്ച് പോലും അതിനിടക്ക് ഒന്ന് മാത്രം അതിൽ പെടാത്തത് എങ്ങനെ പറയും? ആ കൂട്ടത്തിൽ ആ സംഗീതം പറഞ്ഞു, സംഗീതോപകരണങ്ങൾ പറഞ്ഞു, വാദ്യോപകരണങ്ങൾ. ഞാൻ വിമർശന വിധേയമാക്കിയ ലേഖനത്തിന്റെ തലക്കെട്ട് തന്നെ സംഗീതോപകരണങ്ങൾ തെറ്റും ശരിയുമെന്ന 2012 ഏപ്രിൽ 7 പ്രബോധനം. ആ ലേഖനം വായിക്കുമ്പോൾ ഈ ഹദീസ് അവിടെ എന്നിട്ട് പറയാം, അതിന് ഉന്നയിക്കുന്ന ഒരു തെളിവും ആ വിഷയവുമായി ബന്ധപ്പെട്ടല്ല. പിന്നെ ഈ ഹദീസ് ഏതുമായി ബന്ധപ്പെട്ടതാണ്? ഇബ്നു ഹസ്മിന്റെ അഭിപ്രായമാണോ ഈ ഹദീസിനെ സംബന്ധിച്ച് നമുക്കുണ്ടായിരിക്കേണ്ടത്? എങ്കിൽ നമുക്കതിന് രേഖ വേണം. ആ ഹദീസ് മുൻകത്തിയാണെന്നുള്ളതിന്, അത് ദുർബലമാണ് എന്നുള്ളതിന്, സ്വഹീഹുൽ ബുഖാരിയിൽ ഒരു ഹദീസെങ്കിലും ദുർബലമാണ് എന്നുള്ളതിന് നമുക്ക് രേഖ വേണം. കൃത്യമായി അത് ബോധ്യപ്പെടുത്തി തരണം എന്നാണ് ആ വിഷയത്തെ കുറിച്ച് പറയാനുള്ളത്. വാശിയുടെ വൈരത്തിന്റെ പ്രശ്നമല്ല, ഇത് പരലോകത്തിന്റെ പ്രശ്നമാണ്. ശിക്ഷ വന്നിറങ്ങും എന്ന് താക്കീത് ചെയ്യപ്പെട്ട ഒരു സംഗതിയെ കുറിച്ചുള്ള വിഷയമാണ്, മനസ്സിലായില്ലേ? എന്നിട്ട് ഇത് ബുഖാരിൽ ഹദീസാണ് ഞാനിപ്പോ നിങ്ങളെ കേൾപ്പിച്ചിരിക്കുന്നത്. ഇനിയോ ഇബ്നു മാജഹ് സുനൽ കണാം അബൂ ഉമാമത്തുൽ ബാഹിലി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൽ നിന്ന് പറയാണ്, ലാ തദ്ഹബുൽ ലയാലി വൽ അയ്യാം, കാലങ്ങൾ ഇങ്ങനെ കടന്നു പോകും, രാവും പകലും ഒക്കെ, ഹത്താ തശ്റബ ഫീഹാ ത്വായിഫത്തുൻ മിൻ ഉമ്മത്തിൽ ഖംറ യുസമ്മൂനഹാ ബിഗൈരി ഇസ്മിഹാ, എന്റെ ഉമ്മത്തിൽപ്പെട്ട ചില ആളുകൾ എന്ത് ചെയ്യും? കള്ള് വേറെ പേരിൽ കുടിക്കും. കള്ള് വേറെ പേരിൽ കുടിക്കും. അങ്ങനെ ഉള്ള അതുപോലുള്ള പ്രവചനങ്ങൾ വന്ന കൂട്ടത്തിലായി വിഷയം വന്നിരിക്കുന്നത് നമ്മൾ ശ്രദ്ധിക്കണം. അപ്പൊ കള്ള് വേറെ പേര് കുടിക്കാൻ പറ്റൂല. അപ്പൊ അതേപോലെ തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ പ്രവചനങ്ങളെ അതിന്റെ ഗൗരവത്തിൽ തന്നെ കാണേണ്ടതുണ്ട് എന്നാണ് ഓർമ്മിപ്പിക്കാനുള്ളത്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട്, സൗത്താനി മൽഊനാനി ഫി ദുനിയ വൽ ആഖിറ, 2 ശബ്ദം അത് ദുനിയാവിലും ആഖിറത്തിലും ശപിക്കപ്പെട്ടതാണ്. ഇമാം ബസ്സാർ അദ്ദേഹത്തിന്റെ മുസ്നദിൽ ധരിച്ച സ്വഹീഹായ റിപ്പോർട്ട്. എന്താണ് 2 ശബ്ദങ്ങൾ ദുനിയാവിലും ആഖിറത്തിലും ശപിക്കപ്പെട്ടത്? മിസ്മാറുൻ ഐന്ദ നിയമ, ഒന്ന് നിഅമത്ത്, സന്തോഷം ഉണ്ടാകുമ്പോഴുള്ള മ്യൂസിക്, മരിച്ചെടുത്തല്ലല്ലോ. മ്യൂസിക് വലിയ ആസ്വാദനം നൽകുന്ന ചില ആൾക്കാർ പറയാം, ഭയങ്കര ആനന്ദമാണ്, ആശ്വാസമാണ്, കുളിർമയാണ്, മനസ്സമാധാനമാണ്. ഏറ്റവും മനസ്സമാധാനം വേണ്ടത് ഏറ്റവും ഉറ്റവരായ ആളുകൾ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോഴും അതേപോലെ ICUയിൽ കിടക്കുമ്പോഴും അങ്ങനെ മരണപക്ഷത്തിൽ ഇരിക്കുമ്പോഴല്ലേ. എന്തേവരാരും വാപ്പ മരിച്ചെടുക്കുന്നവർക്ക് മ്യൂസിക് കൊണ്ടു വെക്കാത്തത് സോളിഡാരിറ്റിക്കാണ്. എന്തേ സംഗീതത്തിന്റെ ആശ്വാസം മരിച്ചെടുത്ത് പോയോ? ഹോസ്പിറ്റലിൽ പോയോ? ICUയിൽ ഇത് പറ്റൂലേ? അപ്പൊ അത് കളവാണ്. അത് ആശ്വാസം പകരുന്ന കളവാണ്, അല്ലേ? അത് സന്തോഷത്തിന്റെ ഘട്ടത്തിൽ തോന്നിയാസം കളിക്കാനുള്ള സാധനമാണ്. അതിന് പ്രേരിപ്പിക്കാനുള്ളതും പടച്ചോനെ മറപ്പിക്കാനുള്ളതുമാണ് സംഗീതം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മിസ്മാറുൻ ഇൻദ നിഅമ, സന്തോഷമുണ്ടാകുന്ന അനുഗ്രഹം ഉണ്ടാകുന്ന സമയത്തുള്ള സംഗീതോപകരണം, വറന്നത്തുൻ ഇൻദ മുസീബ, മുസീബത്ത് വരുമ്പോൾ നിലവിളി, നെഞ്ചത്തടിച്ചിട്ട് മുഖത്തടിച്ച് അങ്ങനെ കരയുന്നതാണ് വിലക്കിയത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. മനസ്സിലായില്ലേ? ജാബിർ ബിൻ അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് പറയാം, എന്താണ് ഈ ഇബ്രാഹിമിന്റെ മരണം, പ്രവാചകന്റെ മകൻ. അങ്ങനെ ചെന്നപ്പോൾ ഫാഖദഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫവദഅഹു ഫീ ജിദിഹി വബക്ക,
പ്രവാചകൻ ആ കുട്ടിയെ മടിയിൽ വെച്ചിട്ട് കരഞ്ഞുപോയി. മകൻ ഇബ്രാഹിം എന്ന് പറയുന്ന കുട്ടി ചെറിയ ചെറുപ്രായത്തിൽ മരിക്കുകയാണ് പ്രവാചകന്റെ മടിയിൽ. അദ്ദേഹം കരഞ്ഞു. അങ്ങനെ ആ കുട്ടി എടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു? ആ കുട്ടി അബ്ദുറഹ്മാൻ, നിങ്ങൾ കരയാണ്. അവലം തകുൻ നഹൈതാനിൽ ബുക, നിങ്ങൾ കരയരുതെന്ന് പറഞ്ഞിട്ടില്ലേ? കരയുന്ന ശബ്ദം വിലക്കിയതാണ് നിങ്ങൾ പഠിപ്പിച്ചിട്ടില്ലേ? നേരത്തെ ഞാൻ പറഞ്ഞു കേൾപ്പിച്ചല്ലോ. അപ്പൊ പിന്നെ നിങ്ങൾ തന്നെ കരയാണെന്ന് വെച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇല്ല, അതല്ല. വലാകിൻ നഹൈതു അൻ സൗതൈനി അഹ്മഖൈനി ഫാജിറൈനി, അധർമ്മമുണ്ടാക്കുന്നതും അവിവേകമുണ്ടാക്കുന്നതുമായ രണ്ട് ശബ്ദങ്ങൾ. അഹ്മഖ്, ഹംക്ക് എന്ന് എല്ലാവർക്കും അറിയില്ല, ഹാമുക്കത്തരത്തിന്റെ രണ്ട് ശബ്ദം, അതാണ് ഞാൻ വിലക്കിയത്. എന്താ? സൗത്തിൻ ഇൻദ മുസീബ, വിപത്തുണ്ടാകുമ്പോഴുള്ള കരച്ചിൽ. അതെങ്ങനെ? ഹംസി വുജൂഹിൻ വശഖി ജുയൂബിൻ, മുഖത്ത് മാന്തിയും നെഞ്ചത്തടിച്ചും ഒക്കെ ഇങ്ങനെ പിടിച്ചു പറിച്ചുക, ആ കരച്ചിലാണ് ഞാൻ വിലക്കിയത്. ആ കൂട്ടത്തിലാ വിലക്കിയത് എന്ന് പറഞ്ഞത് ഷൈത്താൻ, ഇബ്ലീസിന്റെ മ്യൂസിക്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചാണ്. തിർമിദി സുനൻ സ്വഹീഹായി വന്ന ഹസനായി വന്ന ഹദീസാണ് ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചിരിക്കുന്നത്. മനസ്സിലായില്ലേ? അബൂദാവൂദിന്റെ സുനൻ, കുല്ലു മുസ്കിരിൻ ഹറാം, ലഹരി ഉണ്ടാക്കുന്ന എല്ലാം ഹറാമാണ്, കള്ള് മാത്രമല്ല. അതിന് തുടക്കം തരാം. അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു റിപ്പോർട്ടാണ്. അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നഹാനിൽ ഖംരി വൽ മൈസിരി വൽ കൂബതി വൽ ഗുബൈറ. കൂബത്ത് നേരത്തെ പറഞ്ഞ ദുടി, അതേപോലെ തന്നെ ഗുബൈറ. മനസ്സിലായി? ഗുബൈറ എന്ന് പറഞ്ഞാൽ ഒരു പാനീയമാണ്, അബ്സിനിയയിൽ ഉണ്ടാക്കുന്ന ഒരു പാനീയം. അത് വിലക്കി ആ കൂടുതൽ ദുടി സംഗീതോപകരണം. അപ്പം അത് എന്താ കാരണം? റിഫായ് ചെയ്ത് മുന്നേ ദുടി മുട്ടിയെന്ന ദുടി തന്നെ. അപ്പൊ ആ ഉപയോഗിച്ചിരിക്കുന്ന ഷെയ്ഖ് ഉപയോഗിച്ച ഹറാമാക്കിയല്ലേ ഷെയ്ഖുമാർക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ, ആ ജാതിയാക്കന്മാർക്ക്. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മെ സംബന്ധിച്ചിടത്തോളം ആ കൂപത്ത് ലഹരി ഉണ്ടാക്കും. സൂഫികളൊക്കെ സംഗീതത്തിന്റെ ലഹരിയിലാണ്, മറ്റു ലഹരികൾ ഉപയോഗിക്കും. ഇത്രേ നമുക്ക് പറയാൻ. ഒരുപാട് ഞാൻ പറഞ്ഞത് ഒരു ഇഷ്ടം പോലെ ഉള്ളത് കൊണ്ട് എത്ര പറഞ്ഞാലും തീരില്ല. അതിന് മാത്രം തെളിവുകൾ ഈ വിഷയത്തിൽ സമർപ്പിക്കാനുണ്ട്. ഒരു ചോദ്യമുള്ളത്, ഫമാദാ ബഅദൽ ഹഖ് ഇല്ല ദലാൽ, ഹക്കിന് ശേഷം പിന്നെ ദലാലല്ലാതെ എന്താണ് ബാക്കി? ഖുർആന്റെ ചോദ്യമാണ്. മൗലികമായി വിലക്കാത്തതൊക്കെ ഹലാലാന്ന് പറഞ്ഞാൽ പോരാ, ഹക്ക് കഴിഞ്ഞാൽ അതിന് പകരെടുക്കാനുള്ളതൊക്കെ ദലാലാണെന്ന് ഖുർആനാ പറയുന്നത്. സൂറത്ത് യൂനുസിലെ 32-ാമത്തെ ആയത്താ ശരിക്കും മനസ്സിലാക്കണം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്ര കൂടി പഠിപ്പിച്ചു, ലാ തദ്ഖുലുൽ മലായികത്തു ബൈതൻ ഫീ ജറസ്, മണിനാദമുള്ള സംഗീതനാദമുള്ള വീട്ടിൽ മലക്ക് കയറൂല. മൊബൈൽ ഫോണിലും അതേപോലെ തന്നെ മറ്റ് ചാനലുകളും മനസ്സിലായില്ലേ? ഒരു FM റേഡിയോ സ്റ്റേഷൻ തുറന്നാൽ ഈ മുസ്ലിം പെണ്ണുങ്ങൾ കിന്നാരം പറയാൻ നിൽക്കുക. എന്നിട്ട് ചലച്ചിത്ര ഗാനങ്ങൾ, തോന്നിയാസം എന്നല്ലാതെ. എന്നിട്ട് ദുനിയാവും ആഖിറത്തും ഒരുപോലെ നഷ്ടപ്പെടുത്തി കളയുന്ന വൃത്തികേടുകൾ, പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങളിൽ തുടങ്ങുന്ന പല FM റേഡിയോകളും ഇവിടെയുള്ള ഈ ഭർത്താക്കന്മാർ ജോലിക്ക് പോകുമ്പോൾ റൂമിലിരിക്കുന്ന ആ സ്ത്രീകളെ, പെണ്ണുങ്ങളെ, യുവതികളെ ചൂഷണം ചെയ്ത്, മനസ്സിലായില്ലേ? അവരുടെ ശബ്ദവും അതേപോലെ അവർക്ക് മ്യൂസിക് കേൾക്കാനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കാൻ മ്യൂസിക് തന്നെ. മനസ്സിലായില്ലേ? അതുകൊണ്ട് എനിക്ക് ഇത്രേ പറയാനുള്ളൂ. മ്യൂസിക്കും അതേപോലുള്ള താളവാദ്യങ്ങളും സംഗീതോപകരണങ്ങളും ഒക്കെ ഉൾപ്പെടുത്തിയിട്ട് ആരെങ്കിലും വല്ല ചാനലും തുടങ്ങുകയാണെങ്കിൽ, അതേപോലെ വല്ല പരിപാടി നടത്തുകയാണെങ്കിൽ, ഒരു സംശയവുമില്ല അത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഇബ്ലീസിന്റെ നമ്പർ 1 മീഡിയ ആകുമെന്നല്ലാതെ ഇസ്ലാമുമായി അതിന് ബന്ധമുണ്ടാവുകയില്ല. പരലോകത്ത് മറുപടി പറയണം. ഇത് ദീനുമായി ബന്ധപ്പെട്ട വിഷയമാണ്, നസീഹത്തോടു കൂടിയുള്ള വർത്തമാനമാണ്. മറ്റ് ഏതെങ്കിലും നിലക്കുള്ള സ്വാധീനം ഒരു ഹക്ക് സ്വീകരിക്കാനും അത് പഠനവിധേയമാക്കാനും നമുക്ക് തടസ്സമാകരുത് എന്നാണ് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നത്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നുൽ ഖയ്യിം സൂചിപ്പിച്ചാൽ പൂർവികരുടെ വാചകങ്ങൾ എടുത്തുകൊണ്ട് കൃത്യമായി പഠിപ്പിച്ചു. ഇമാം മുജാഹിദ്, ഇബ്രാഹിം അവരൊക്കെ പറഞ്ഞു, അൽ ഗനാഉ യുംബിതു നിഫാഖ ഫിൽ ഖൽബ്, ഹൃദയത്തിൽ കാപ്പട്യം വളർത്തും. ഈ മ്യൂസിക്കിനെ സ്നേഹിച്ചാൽ ഹൃദയത്തിൽ കാപ്പട്യം, നിഫാഖ് വളരും. മനസ്സിലായില്ലേ? ഇബ്നുൽ ഖയ്യിം പറഞ്ഞത് അത് ചെടി, ഇമാം അഹ്മദിന്റെ വാചകവും അത് തന്നെ. എന്താണ് ചെടി? വെള്ളം, നമ്മൾ വെള്ളം ഒഴിച്ചാൽ ചെടി എങ്ങനെ വളരും, അതേപോലെ സംഗീതം ഉണ്ടെങ്കിൽ നിഫാഖ് എവിടെങ്കിലും തഴമ്പിട്ടാകും വളർന്നു വരും. സംഗീതത്തെ പിന്നെ സ്നേഹിക്കുന്നവരുടെ ജീവിതത്തിലും പ്രവർത്തനങ്ങളിലും സംവിധാനങ്ങളിലും ഇടപാടുകളിലും ഒക്കെ കാപ്പട്യത്തിന്റെ ചുവ വരും. വളരെ സൂക്ഷിക്കണം. ഞാനും നിങ്ങളും നമ്മുടെ ജീവിതത്തെ ആ ഒരു നിലവാരത്തിൽ, വിശുദ്ധിയുടെ ആ ഒരു നിലവാരത്തിൽ കാത്തു സൂക്ഷിക്കാൻ ഇത് നന്നായി പരിഗണിക്കേണ്ടതുണ്ട് എന്ന് ഞാൻ പറഞ്ഞു. പിന്നെ ഇപ്പൊ ന്യായീകരിക്കാൻ ബുഖാരിയിലെ ഹദീസ്, ആയിഷ റളിയല്ലാഹു അൻഹ എന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ട നേരത്തെ ഞാൻ സൂചിപ്പിച്ച ഹദീസ്, ദഖല അബൂബക്കറിൻ ഇന്ദി ജാരിയത്താനി മിൻ ജവാരിൽ അൻസ്വാർ. ആയിഷ ബീവി പറയാണ്, അബൂബക്കർ സിദ്ദീഖ് എൻ്റെ അടുത്തേക്ക് വന്നു, 2 കുട്ടികളുണ്ട് അൻസാരികൾ, തുഗന്നിയാൻ ബിമാ തഖാവലത്തുൽ അൻസാരി യൗമ ബുആസ്, അവർ ബുആസ് യുദ്ധ ദിവസത്തിന്റെ സംഭവത്തെക്കുറിച്ച് അതിന്റെ വിവരിച്ചുകൊണ്ട് പാട്ടുപാടിക്കൊണ്ട് എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്താണ് പിന്നെ ഇത്രത്തോളം പറഞ്ഞു, വലൈസത്താബി മുഹന്നിയത്തെയും, അവർ വലിയ പാട്ടുകാരൊന്നുമല്ല. അതാ പറഞ്ഞത്, അവർ പ്രൊഫഷണൽ ഗായികമാരല്ല എന്ന് ട്രാൻസ്ലേറ്റ് ചെയ്തില്ലേ. അവരങ്ങനെ വലിയ പാട്ടുകാരൊന്നുമല്ല, എന്നാലും അവർക്ക് അറിയുന്ന പാട്ട് അവരിങ്ങനെ ചൊല്ലിപ്പെറുക്കി എൻ്റെ അടുത്ത് പാടുന്നുണ്ടായിരുന്നു.
ഫഖാല അബൂബക്കർ. അബൂബക്കർ താൻ കയറി എന്ന് ചോദിച്ചു, മസാമിർ ഷൈത്താൻ ഫീ ബൈത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിന്റെ വീട്ടിൽ എന്താ മിസ്മാർ ഷൈത്താനാണോ? അടുത്ത സ്റ്റെപ്പ് മിസ്മാർ ഷൈത്താനാണ്. അതുകൊണ്ടാണ് പ്രയോഗം. രണ്ട് പ്രവാചകന്റെ വീട്ടിലാണ്. അതാണ് ആ ഗൗരവം. പ്രവാചകന്റെ വീടുകൾ ഒരു ലാഘവത്തോടു കൂടി കാണരുത് എന്ന സതുദ്ദേശമാണ്. പക്ഷെ ആ കുട്ടികൾ പ്രായപൂർത്തിയെത്താത്തവരാണ്. പിന്നെ അവർ താളമേള വാദ്യോപകരണങ്ങളൊന്നും ഉപയോഗിച്ചിട്ടില്ല. മനസ്സിലായില്ലേ? എന്നിട്ട് എന്ത് ചെയ്തു? അവിടെ കൃത്യമായിട്ട് പ്രവാചകൻ പറഞ്ഞു, പാട്ടല്ലേ, അവർ പാടിക്കോട്ടെ. അത് അതൊരു പെരുന്നാളിനായിരുന്നു. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യാ അബൂബക്കർ ഇന്ന ലികുല്ലി ഖൗമിൻ ഈദ വഹാദ ഈദുനാ, എല്ലാ ജനതക്കും പെരുന്നാളുണ്ട്, ഇത് നമ്മുടെ പെരുന്നാളാണ് എന്നാണ് പറഞ്ഞത്. മനസ്സിലായില്ലേ? ഇതാണ് ഇബ്നു ഹസ്ം എന്ത് ചെയ്തത്? ദഫ് മുട്ടി പാടാൻ തെളിവാക്കിയത്. ദഫ് പെൺകുട്ടിയൊക്കെ മുട്ടാം, വിരോധമൊന്നുമില്ല. മനസ്സിലായില്ലേ? പക്ഷെ ഇവിടുത്തെ വിഷയം എന്താ? ഇവിടെ കൃത്യമാണ് കാര്യം. ഒന്ന്, മിസ്മാർ ഷൈത്താനാണോ പ്രവാചകന്റെ വീട്ടിലെന്ന് അബൂബക്കർ സിദ്ദീഖ് താൻ ചോദിച്ചു. പ്രവാചകൻ എന്താ പറഞ്ഞിട്ടുണ്ട്? മിസ്മാർ ഷൈത്താൻ അല്ല എന്നല്ലേ പറഞ്ഞു നിർത്തോ? മിസ്മാർ ഷൈത്താൻ എന്ന് പറയുന്ന ഒരു സംഗതി ഇല്ല എന്ന് പ്രവാചകൻ പറഞ്ഞു. ഇല്ല, സംഗീതോപകരണം മിസ്മാർ ഷൈത്താൻ തന്നെയാണ്. ചെറിയ കുട്ടികൾ പാടിയനാണ് എന്ത് ചെയ്തിട്ടുള്ളത്? പിന്നെ അനുവദിച്ചിട്ടുള്ളത്. മനസ്സിലായില്ലേ? ആ കുട്ടികൾക്ക് ദഫ് ഉപയോഗിക്കുന്ന വിരോധമല്ല. വേറെ ഏതെങ്കിലും നിഷിദ്ധമായ വാദ്യോപകരണങ്ങൾ അവർ ഉപയോഗിച്ചിരുന്നു എന്നുള്ളതിന് ഈ ഹദീസിൽ തെളിവില്ല. പിന്നെ അബൂബക്കർ സിദ്ദീഖ് പൂർണ്ണമായി മനസ്സിലാക്കിയിട്ട് ആയിക്കൊള്ളണമെന്നില്ല. പാട്ടുപാടി കളി ആയപ്പോൾ, അതും പ്രവാചകന്റെ വീട്ടിലാകുമ്പോൾ കുറച്ചുകൂടി ശ്രദ്ധിക്കണമല്ലോ. പ്രവാചകരുടെ മര്യാദകൾ പഠിച്ചാലേ അത് മനസ്സിലാവുള്ളൂ. അപ്പൊ ആ ഒരു സൂക്ഷ്മതയ്ക്ക് വേണ്ടി ഉപയോഗിച്ചപ്പം ഒരു ശക്തമായ പ്രയോഗങ്ങൾ ഇങ്ങനെ പോയി എവിടെ എത്തും? മിസ്മാർ ഷൈത്താൻ തന്നെ നിങ്ങൾ നാളെ ഉപയോഗിക്കും, ആ ഒരു നിലവാരത്തിലേക്ക് എത്തും എന്നല്ലാതെ മിസ്മാർ ഷൈത്താൻ എന്ന് പറഞ്ഞൊന്നില്ലെന്നോ, സംഗീതോപകരണങ്ങൾ മിസ്മാർ ഷൈത്താൻ അല്ലെന്നോ, സംഗീതോപകരണങ്ങൾ അനുവദനീയമാണെന്ന് സൂചിപ്പിക്കുന്ന ഒരു അനുമതിയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഈ സംഭവത്തോടെ കിട്ടിയും തെളിയിക്കാൻ പറ്റില്ല. ഇത് കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട്. അത് ശൈഖുൽ ഇസ്ലാം ഇബ്നുൽ ഖയ്യിം അദ്ദേഹത്തിന്റെ ഇഗാസത്തുൽ ലഹ്ഫാനിൽ പറഞ്ഞിട്ടുണ്ട്. നേരത്തെ ഞാൻ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ ആ വിഷയങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നാസറുദ്ദീൻ അൽബാനി അദ്ദേഹം ഈ സംഗീതോപകരണങ്ങൾ ഖണ്ഡിച്ചു നേരത്തെ ഞാൻ സൂചിപ്പിച്ച ഗ്രന്ഥത്തിലും ഈ വിഷയങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. നന്നായി സൂക്ഷിക്കണം. നാളെ പടച്ചവന്റെ അരികിലേക്ക് മടങ്ങേണ്ടവരാണ് നമ്മൾ. നരകം സത്യമാണ്. നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ തൗഹീദുള്ളവരാണ്. സുന്നത്തിനോട് കൂറുണ്ടാകും. ഖുർആനിൽ നിന്ന് അകറ്റിക്കളയുന്ന പിശാചിന്റെ നാദമാണ് മ്യൂസിക് എന്ന തിരിച്ചറിവോടുകൂടി ആ ഒരു കാരണം കൊണ്ട് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം ഇവിടെ ഇങ്ങനെ സന്തോഷിച്ച് ആസ്വദിച്ച് കഴിയലല്ല. ഇവിടെ നമുക്ക് അത്യാവശ്യം സന്തോഷിക്കാനും ആസ്വദിക്കാനുള്ള ഒന്നും അല്ല വിലക്കിയിട്ടില്ല. അടിസ്ഥാനപരമായി അനുകൂലമായ എല്ലാ വിഭവങ്ങളും നമുക്ക് അനുവദിച്ചു. കള്ളല്ല വിലക്കിയിട്ടുണ്ടെങ്കിൽ എത്ര നല്ല ഭക്ഷണം നമുക്ക് അനുവദിച്ചിട്ടുണ്ട്. മ്യൂസിക് അല്ല വിലക്കിയിട്ടുണ്ടെങ്കിൽ ഖുർആൻ നമ്മുടെ കയ്യിലുണ്ട്. മനസ്സിലായില്ലേ? നമുക്ക് ഖുർആൻ ഓതാൻ നേരല്ല, ഖുർആൻ മനപ്പാടാക്കാൻ നേരല്ല, കുട്ടികളെ ഖുർആൻ പഠിപ്പിക്കാൻ നേരല്ല, ഖുർആൻ ഒരു ക്ലാസ്സിന് വന്നിരിക്കാൻ നേരല്ല. മനസ്സിലായില്ലേ? നമുക്ക് ചാനൽ തുടങ്ങാനും മ്യൂസിക് ഉണ്ടാക്കാനും സിനിമ ഉണ്ടാക്കാനും സീരിയൽ ഉണ്ടാക്കാനും അതിനപ്പം നേരം. മനസ്സിലായില്ലേ? അതിനായി വാദം. ഇങ്ങനെ പുകമറകളുടെ ഊഹാപോഹങ്ങളുടെ സങ്കല്പങ്ങളുടെ ദുർവാദങ്ങളുടെ അക്കലാനീയത്തിന്റെ മറ പിടിച്ച് ഇസ്ലാം ഖണ്ഡിതമായി നിഷിദ്ധമാക്കിയ ഒരു സംഗതിയിൽ പെട്ടുപോകരുതേ എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. സർവശക്തനായ അള്ളാഹു സത്യം സത്യമായി തിരിച്ചറിയാൻ, തെളിവുകളുടെ മനസ്സിലാക്കിയാൽ യാതൊരു സംശയവുമില്ല ഖണ്ഡിതമായി അത് സ്വീകരിക്കാനുള്ള ഒരു മാനസികാവസ്ഥ എനിക്കും നിങ്ങൾക്കും ഉണ്ടാകണം. അതിന് അള്ളാഹു നമ്മെ സഹായിക്കുന്നതാണ്. അള്ളാഹുവും റസൂലും ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിൽ നമ്മുടെ വക ഒരു ചിന്ത, നമ്മുടെ വക ഒരു തീരുമാനം അതിന് വിരുദ്ധമായി ഉണ്ടാകാൻ പാടില്ല. വമാക്കാനലി മുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ, ഒരു വിശ്വാസിയാകട്ടെ വിശ്വാസിനിയാകട്ടെ പാടില്ല. ഇദാ ഖലല്ലാഹു വറസൂലുഹു അംറൻ, അല്ലാഹുവും റസൂലും ഒരു കാര്യം തീരുമാനിച്ചാൽ അൻ യകൂന ലഹുൽ ഖൈറത്ത് മിൻ അംരിഹിം, അവരുടെ കാര്യത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് പാടില്ല. വമൻ യഅസില്ലാഹ വറസൂലഹു ഫഖദ് ദല്ല ദലാലൻ മുബീന, ആരെങ്കിലും അല്ലാഹുവിനെയും റസൂലിനെയും അനുസരിച്ചാൽ വ്യക്തമായ വഴികളിൽ പെട്ടുപോയിരിക്കുന്നു. അത്തരം വഴികളിൽ പെട്ടുപോകുന്ന ഏതൊരു സാഹചര്യത്തിലും സർവശക്തനായ അള്ളാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. യാതൊരു തരത്തിലുള്ള സമ്മർദ്ദവും പക്ഷപാതിത്വവും സത്യത്തിൽ നിന്ന് പിന്തിരിയാൻ കാരണമാകരുത്. കാരണം പടച്ചതമ്പുരാന്റെ മുന്നിൽ ഒറ്റയ്ക്കാണ് വരേണ്ടത്. ആ തീജ്വാലകൾ നമ്മുടെ മുഖത്തേക്ക് ആളിപ്പടരുന്നത് നാം ഭയക്കണം. അള്ളാഹു വിചാരണയുടെ കാഠിന്യത്തിൽ നിന്നും നരകത്തിന്റെ കെടുതിയിൽ നിന്നും നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഇസ്ലാമിനോടും ഇസ്ലാമിക പ്രമാണങ്ങളോടും അങ്ങേയറ്റം കൂറ് പുലർത്തി പരിശുദ്ധവും പവിത്രവുമായ വിശുദ്ധ ഖുർആനോട് കൂറുപുലർത്തി ജീവിതം നയിക്കാൻ അള്ളാഹു നമ്മുടെ സഹോദരി സഹോദരന്മാരെ സഹായിക്കുമാറാകട്ടെ. തെറ്റാണെന്ന് മനസ്സിലാക്കി എല്ലാത്തരം തെറ്റുകളിൽ നിന്നും തിന്മകളിൽ നിന്നും പിന്തിരിയാൻ
അള്ളാഹു നമുക്ക് ഹൃദയവിശാലത നൽകുമാറാവട്ടെ. അപക്വത കൊണ്ടും അവിവേകം കൊണ്ടും അറിവുകേട് കൊണ്ടും എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള എല്ലാത്തരം പോരായ്മകളും തിന്മകളോടുള്ള ചായവും അള്ളാഹു പുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. ഇബ്ലീസ് നമ്മുടെ ജീവിതത്തിലേക്ക്, നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരാൻ ഒരുക്കുന്ന എല്ലാ കെണികളിൽ നിന്നും കരകയറാൻ അള്ളാഹു ഈമാനിന്റെ ശക്തിയും പ്രാബല്യവും നമ്മുടെ ഹൃദയത്തിൽ നിലനിർത്തി തരുമാറാകട്ടെ. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. والسلام عليكم.